പലതരം അഡിക്ഷൻ ഉണ്ട്. പക്ഷെ ഇത് ലോകത്ത് ആദ്യമായിട്ടാണ് ലെതറിൽ അഡിക്ഷൻ വന്ന ഒരാളാണ് ഷാനു. സത്യം. ഞാൻ നാളെ പോലെ ജോലിക്ക് വരുന്നില്ല, ഞാൻ ജോലി നിർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഭയങ്കര സ്റ്റക്കായി. പറഞ്ഞു കഴിഞ്ഞത് ആൾ ആ ഡ്രോവറിൽ നിന്ന് എനിക്ക് 2 കട്ട് നോട്ട് എടുത്ത് തന്നിട്ട് പറഞ്ഞു, നിന്റെ പ്രോബ്ലം തീർന്നില്ലേ, പക്ഷെ നീ പണിക്ക് വരണം. ഞാൻ ചെറിയ ഓരോ ഷീറ്റ് അയക്കുമ്പോഴും എനിക്ക് മനസ്സിലായി തുടങ്ങി, ഞാൻ എനിക്ക് സാമ്പിൾ തന്ന സാധനമല്ല ഇയാൾ അയച്ചേക്കുന്നത്. പണി കിട്ടി. ഇരുന്ന് പോയി നമ്മൾ വാക്കുകൊണ്ട് പറയത്തില്ലേ, ഞാൻ ശരിക്കും ഇവിടെ ഇരുന്നു ലെതറിന് നടക്കിയിരുന്നു. 500 സ്ക്വയർ ഫീറ്റ് ഒരു റൂമിനകത്ത് നിറച്ച് ഞാൻ ആ ലെതറിന് നടക്കിയിരുന്നു. കടം വാങ്ങിച്ച് 1 ലക്ഷം രൂപ കൊണ്ട് പണി കിട്ടി. 250 നിന്ന് എനിക്കൊരു 800ന്റെ ഹൈക്ക് കിട്ടിയൊരു സ്റ്റോറി ഉണ്ട്, ഇതിനിടയ്ക്ക് പറയട്ടെ. നിങ്ങൾ ആദ്യം ആ റെക്സിൻ ലെതർ വിറ്റത് 90 രൂപയ്ക്ക്. 90 രൂപയ്ക്ക്. ആ ഒരു ചെറിയ വാലറ്റിന് എത്ര വരെ കിട്ടാൻ തുടങ്ങി? ഇപ്പം 8000 റുപ്പീസ്. ആളിനടുത്ത് ഒരിക്കൽ നീ സ്പാർക്കിൽ പോകുമായിരിക്കല്ലേ, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു വർഷം ഞാൻ ഒരിക്കൽ സ്പാർക്കിൽ പോകും, അവിടെ പോയി എൻ്റെ സ്റ്റോറി പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ സത്യം പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ടാണ്. സംരംഭം തുടങ്ങാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവണമെന്നില്ല. പക്ഷെ ചിലർ സംരംഭക മോഹികളാണ്. അതിന് പുറകെ പോയി അത് കണ്ടുപിടിച്ച് അത് തുടങ്ങും. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, ചിലപ്പോൾ ഒരു സംരംഭം നമ്മളെ തേടി വരും, നമ്മൾ അങ്ങോട്ട് തേടി പോവേണ്ട. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. ഒരു ചെറുപ്പക്കാരൻ സംരംഭം തലക്കി പിടിച്ച് അതിന് പുറകെ പോയി അതിനെക്കുറിച്ച് പഠിച്ച് ഉറക്കമില്ലാതെ അത് വിജയിപ്പിച്ചെടുത്ത സ്പാർക്കുള്ളൊരു കഥയാണ്. ഈ സ്പാർക്കുള്ള കഥ പറയാൻ എന്നോടൊപ്പം ഇരിക്കുന്നത് ഷാനു എന്ന യുവ സംരംഭകനാണ്. ഷാനു, സ്പാർക്കിൻ്റെ ഈ വേദിയിലേക്ക് സ്വാഗതം. താങ്ക് യു. താങ്കളുടെ നാട് എവിടെയാണ്? നാട് നമ്മുടെ പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ജില്ലയിൽ പുല്ലാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ പ്ലേസ്. താങ്കൾ പഠിച്ചതൊക്കെ എവിടെയാണ്? പഠിച്ചതും സെയിം പ്ലേസിൽ തന്നെയാണ്, പുല്ലാട് തന്നെയാണ്, ഒരു സ്കൂളിലാണ് പഠിച്ചത്. എന്തായിരുന്നു പഠനം? പ്ലസ് ടു വരെയാണ് പഠനം. അത് കഴിഞ്ഞ് നിർത്തി? അത് കഴിഞ്ഞ് നിർത്തേണ്ട വന്നു. എന്ത് പറ്റി? അത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് എൻ്റെ അപ്പന് ഗുജറാത്തിലായിരുന്നു, ഡയമണ്ട് ഫീൽഡൊക്കെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആൾക്ക് ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും വന്നപ്പം വീട്ടിൽ നിന്ന് എന്നോട് ചോദിച്ചു, മൂത്ത മോനാണ് ഞാൻ, അപ്പോൾ എന്നോട് ചോദിച്ചു നിനക്ക് അപ്പനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകാമെന്ന് ചോദിച്ചപ്പം സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞു 17 വയസ്സ് ഞാൻ എൻ്റെ ഫ്യൂച്ചർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് എല്ലാം കൊടുത്ത് അപ്ലിക്കബിൾ ആയിരുന്നു. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ ഞാൻ അമ്മയുടെ എപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പോകാമെന്നിരുന്നിട്ട് അപ്പൻ്റെ കൂടെ. അപ്പോൾ ഈ പഠനകാലത്ത് എന്തെങ്കിലുമൊക്കെ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്നൊരു സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യുക എന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ്. സൈഡ് ഇൻകം നമുക്ക് വേണം, കാരണം ഞങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേജ് ഒക്കെ ഭയങ്കര മോശമായിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലേക്ക് ഓൾറെഡി ഞാൻ അന്ന് പെയിന്റിംഗ് ഒക്കെ ഒരുപാട് ചെയ്യുമായിരുന്നു, ക്രാഫ്റ്റിംഗ് പരിപാടികളൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ മുന്നിലുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. അത് സെല്ല് ചെയ്യാന്ന് വെച്ചാൽ അന്ന് ഏറ്റവും കൂടുതൽ റെക്കോർഡ് ബുക്സ് ഒക്കെ വരയ്ക്കാൻ കിട്ടും. ഈ സയൻസിന് പഠിക്കുന്ന ആൾക്കാർ റെക്കോർഡ് ബുക്കുകളൊക്കെ വരയ്ക്കാൻ കിട്ടും. അന്ന് എൻ്റെ വീടിന് മുകളിൽ വേറൊരു ചേട്ടൻ ഇങ്ങനെ ഇരുന്ന് വരയ്ക്കുന്നതും ആ ചേട്ടന് ഓർഡർ എടുക്കുന്നതും പേയ്മെൻറ്റ് വാങ്ങിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ട് എനിക്കത് ചെയ്തോടാം, ഞാൻ വരയ്ക്കുന്നതാണല്ലോ ഓൾറെഡി. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്, ചേട്ടാ എനിക്കൊരു ബുക്ക് വരയ്ക്കാൻ തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേട്ടൻ അന്നത് വാങ്ങിക്കുന്നത് 750 രൂപയ്ക്കാണ് ആളത് ഓർഡർ എടുക്കുക, എനിക്ക് 300 രൂപ തരും. സബ് കോൺട്രാക്ട്. അതെ. അപ്പോൾ ഞാൻ വരച്ചു കൊടുക്കും, കാരണം ആളുടെ ഓൾറെഡി കുറേ അധികം ഡ്രോയിങ്സ് വരാറുണ്ട്. പിന്നീട് ഡയറക്റ്റ് വരാൻ തുടങ്ങി. അപ്പോൾ എനിക്കും അതേ 700 രൂപ തന്നെ കിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കുറേ പോക്കറ്റ് മണി അന്ന് എനിക്ക് പോക്കറ്റ് മണിയൊക്കെ ഞാൻ തന്നെ ഏൺ ചെയ്യാനുള്ള സ്റ്റാർട്ട് ചെയ്തിരുന്നു ആ ഒരു സമയത്ത്. താങ്കൾ 12ാം ക്ലാസ്സിൽ പഠനം നിർത്തി 17 വയസ്സിൽ ട്രെയിൻ കയറി ഗുജറാത്തിൽ എവിടെയാണ് എത്തിയത്? ഗുജറാത്ത് സൂറത്താണ് ഡയമണ്ട് ഹബ്ബ്. ആക്ച്വലി എന്നെ കൊണ്ടുപോയത് വീട്ടിൽ നിന്ന് ഇങ്ങനെയും കൂടെ ഒന്ന് പറഞ്ഞിരുന്നു, എടാ അവിടെ ചെന്നൊരു ഡയമണ്ട് സാരി ഡിസൈനിങ് പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേയധികം സർട്ടിഫിക്കറ്റുകളുണ്ട്. ഈ ഇത്രയും നാൾ വരച്ചിരുന്നതും സ്കൂളിലൊക്കെ ടീച്ചർമാർ സർട്ടിഫിക്കറ്റ്സ് കിട്ടുമല്ലോ, ട്രോഫികളും സർട്ടിഫിക്കറ്റ്. അപ്പം സ്കൂളിൽ ടീച്ചർമാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കോമ്പറ്റീഷൻ ഉണ്ട്, അത് തപ്പിയെടുക്കുക, എന്നിട്ട് എന്നെ പറഞ്ഞു വിടുക, അവിടെ നിന്നെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അപ്പോൾ സ്കൂളിൻ്റെ പേര് പത്രത്തിൽ വരും. അപ്പം കുറേ സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പം ഞാനിത് കൊണ്ടുപോയിട്ട് ഒരാളുടെ അടുത്ത് കാണിച്ചു, ഇതൊക്കെ എനിക്ക് കിട്ടിയ സർട്ടിഫിക്കറ്റാണ്. അപ്പോൾ അയാൾ പറഞ്ഞു ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ടേബിളിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, നാളെ വേണമെങ്കിൽ ജോലിക്ക് വരാം എന്ന് പറഞ്ഞു. പക്ഷേ അത് ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് വർക്കൗട്ടാകുന്ന പരിപാടിയല്ല എന്ന് മനസ്സിലായി. പിന്നീട് ഓട്ടോമാറ്റിക്കലി ഈ ഡയമണ്ട് ഫീൽഡിലേക്ക് തിരിഞ്ഞു. അപ്പൻ അവിടെയാണ്. അപ്പം അപ്പം പറഞ്ഞു എന്നാൽ പിന്നെ നീ വീട്ടിൽ വെറുതെ ഇരിക്കണ്ട, ഇതിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞപ്പം എനിക്ക് മുന്നിൽ വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല.
അപ്പോൾ പിന്നെ അങ്ങനെ സ്വാഭാവികമായിട്ട് ഞാൻ ആ ഒരു ജെമോളജി എന്താണ് പരിപാടി? ജെമോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡയമണ്ട്സ് നമ്മൾ ഈ കേൾക്കുന്ന പോലെ ഒന്നും അല്ല ആക്ച്വലി. ഇപ്പം അന്ന് എൻ്റെ കൂട്ടുകാരൊക്കെ ഏറ്റവും ചെറുപ്പത്തിൽ എൻ്റെ ബാക്കിയുള്ള എല്ലാ കൂട്ടുകാരും പഠിപ്പിക്കാൻ എനിക്ക് ജോലി ചെയ്യുന്നതാണ് ആളുകൾ വിചാരിക്കുക. അതും ഡയമണ്ട് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നൊരു വലിയ ജോലിയാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ അവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് 8 മണിയാകുമ്പോൾ ഓഫീസിൽ ചെല്ലണം, വൈകുന്നേരം 8 മണി വരെ ജോലിയാണ്. 12 മണിക്കൂർ കട്ടപ്പണി. നമുക്ക് തലനേരാക്കാൻ പറ്റാത്ത ഡയമണ്ടിനകത്ത് ഡിസൈൻ ചെയ്യണം, അതിൻ്റെ മാർക്കിങ് ചെയ്യണം. നമ്മൾ മാർക്കറ്റ് കൊടുക്കുന്ന വെച്ചിട്ട് അവർ ലേസറിൽ കട്ട് ചെയ്യും, എന്നിട്ട് അതിൻ്റെ പ്യൂരിറ്റി കൂട്ടിക്കൊണ്ട് വരികയാണ് പ്രോസസ്സ് ആക്ച്വലി. ഈ പിന്നീട് അതിൻ്റെ പോളിഷിങ് പരിപാടി ഉണ്ട്. അവരങ്ങനെയാണ് അത് സെല്ല് ചെയ്യുക. റഫായിട്ട് വാങ്ങിച്ചോണ്ട് വന്നിട്ട് റോ ആയിട്ട് വാങ്ങിച്ചോണ്ട് വരും. എന്നിട്ട് നമ്മളെ കൊണ്ട് അതിൻ്റെ ഭയങ്കര സ്ട്രെയിനുള്ള ജോലി. നമ്മളിങ്ങനെ ട്യൂബ്ലൈറ്റ് ഇങ്ങനെ കണ്ണിനടുത്ത് വെച്ചിട്ട് ലെൻസിൽ കൂടെയാണ് നോക്കുക. ഞാൻ ഈ ഗ്ലാസ് വെച്ചിരിക്കുന്ന ആളുകൾ പറയും ഞാൻ സ്റ്റൈലിന് വേണ്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല, ഞാനിത് ഊരി കഴിഞ്ഞാൽ എൻ്റെ കണ്ണിൽ കൂടെ കൂടാന്ന് വെള്ളം വരും ഈ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് കുറേ ചെയ്യുന്ന എല്ലാവർക്കും ഒരു പ്രോബ്ലം ഉണ്ടാകും. എന്ത് സാലറിയിലാണ് അന്ന് ജോയിൻ ചെയ്യുന്നത്? അന്ന് സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞാൽ 2000 രൂപ. 2000 ഉള്ളൂ. 12 മണിക്കൂർ ജോലി ചെയ്യണം, 2000 രൂപ സാലറി ഉള്ളൂ. ഇന്നത്തെ ആളുകളുടെ അടുത്ത് പറയുമ്പോൾ ആളുകൾ എങ്ങനെ കരുതുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ അന്ന് 2000 രൂപ സാലറി ഉണ്ടാവുള്ളൂ. പണി പഠിക്കുന്ന ഒരാൾക്ക്. പണി പഠിച്ച ഒരാളുടെ സാലറി എന്ന് കേൾക്കണോ? 5000 രൂപ. അത്രേ ഉള്ളൂ. ഹൈലി പെയ്ഡ് ജോബാണത്. ഇന്നത് ഭയങ്കര എനിക്ക് തോന്നുന്നു എനിക്ക് സ്റ്റാർട്ടിങ് തന്നെ 40,000 rupees ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. സൂറത്തിൽ ചെന്നു 2000. ഇതൊന്നും വെച്ച് ജീവിക്കാൻ പറ്റില്ല. അന്ന് സൈഡ് ഇൻകം വേണം. ഞാൻ അത് തപ്പാൻ തുടങ്ങി. പല ബിസിനസ്സുകൾ ചെയ്ത് നോക്കി. മൊബൈലിന്റെ സെക്കൻഡ് ഹാൻഡ് മൊബൈലിന്റെ ബിസിനസ് ചെയ്യാൻ തുടങ്ങി. എന്താണ് പരിപാടി? മൊബൈല് ലോക്കൽ മാർക്കറ്റ്, ഇങ്ങനെ ചൈന മാർക്കറ്റ് പോലെ അവിടെ ഒരുപാട് മാർക്കറ്റുകളുണ്ട്. അവിടെ പോയിട്ട് മൊബൈൽ ചെറിയ വിലയ്ക്ക് മൊബൈൽ വാങ്ങിക്കും, നാട്ടിൽ കൊണ്ടുവന്നിട്ട് അത് സെല് ചെയ്യും. നാട്ടിൽ തന്നെ മൊബൈൽ അങ്ങനെ വലുതായിട്ട് സുലഭമായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത് ചെയ്ത് നോക്കി. കുറേ കഴിഞ്ഞപ്പം വീട്ടിൽ നിന്ന് തന്നെ അത് ചെയ്യേണ്ട, അതിനെന്തൊക്കെയോ റോങ് പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്തു. ഇനി അതിന്റെ പേരിൽ അതെ അങ്ങനെ അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ തടിയുടെ ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ വുഡ് വർക്കിൻ്റെ പരിപാടിയൊക്കെ ഓർഡർ എടുക്കാൻ തുടങ്ങി. അവിടെ കുറച്ചുകൂടെ ചീപ്പറാണ്. ഈ നമുക്ക് എന്താണ് CNC-യിലൊക്കെ ചെയ്യിപ്പിക്കുന്നത് കുറച്ചുകൂടെ ചീപ്പറാണ്. അപ്പോൾ അവിടെ ചെയ്യിപ്പിച്ചിട്ട് അത് നാട്ടിലേക്ക് അയക്കുന്ന പരിപാടിയൊക്കെ ചെയ്ത് നോക്കി. അതും കുറേ കഴിഞ്ഞപ്പോൾ പൈസയൊക്കെ പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അതും സ്റ്റോപ്പ് ചെയ്തു. കാശൊക്കെ കുറേ പോയിട്ടുണ്ട്. കുറേ പോയി. ക്യാഷില്ല, ഉള്ളതിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ ഞാനത് നിർത്തി. പിന്നെ ഡയമണ്ട് ബിസിനസ് ചെയ്ത് നോക്കി. അതായത് റോ ഡയമണ്ട്സ് ചെറുതായിട്ട് വാങ്ങിച്ചിട്ട് വീട്ടിലിരുന്ന് വർക്ക്, എനിക്കറിയാമല്ലോ ആ വർക്ക് ചെയ്ത് ആദ്യമൊക്കെ കുറേ ക്യാഷ് കിട്ടും. ക്യാഷ് കിട്ടി കഴിയുമ്പോൾ എന്നുള്ള വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ലീഗലി ഒന്നുമല്ല. നമ്മൾ കുറച്ച് ഡയമണ്ട്സ് ഒരിടത്തു നിന്ന് വാങ്ങിച്ചു. ഞാൻ ഇതിനെ പോളിഷൊക്കെ ചെയ്ത് ഡയമണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ നമുക്കൊരു 60 days ഡ്യൂ പറയും. അത് ജസ്റ്റ് ഒരു പേപ്പറിൽ എഴുതിയാൽ തരുന്നത്. എന്നിട്ട് പകുതി കീറി അവരും വെക്കും, പകുതി നമുക്കും തരും. ഈ പേപ്പറിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഉറക്കം പോയി. ക്യാഷ് കിട്ടുന്നില്ല. പിന്നെ ചെറുകെ ടെൻഷൻ ആയി കഴിഞ്ഞപ്പോൾ ഞാനത് നിർത്തി. അതിലും കുറേയധികം ക്യാഷ് പോയിട്ടുണ്ട്. കുറേയധികം ക്യാഷ് പോയി. വീട്ടിൽ നിന്ന് കുറേയധികം ഗോൾഡൊക്കെ, വൈഫിന്റെ കുറച്ച് ഗോൾഡൊക്കെ. കല്യാണം കഴിഞ്ഞു. അദ്ദേഹം സൂറത്തിലേക്ക് വന്നു. ഇതിനിടയ്ക്ക് സംഭവിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. 25ാമത്തെ വയസ്സിലപ്പം കല്യാണം കഴിഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആളെ അവിടെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ടാണ് കുറച്ചുകൂടെ ഒക്കെ ഈ ഡയമണ്ട് ഫീൽഡിലേക്കുള്ള ബിസിനസ് നോക്കാം എന്ന് കരുതി. അന്ന് കല്യാണം കഴിയുന്ന സമയത്ത് എനിക്ക് വന്ന് 15,000 rupees സാലറി ഉണ്ട്. 2000 നിന്ന് എനിക്ക് വന്ന് 5 വർഷം. 5 കൊല്ലം കൊണ്ട് ആകെ 2015 എത്തിയിട്ടുള്ളൂ. 5 വർഷം. അവിടെ ഭയങ്കര സ്ലോ പ്രോസസ്സിലാണ് പല കാര്യങ്ങളും. നമ്മളിത് വെളിയിലെ ആളുകളുടെ അടുത്ത് പറയുമ്പോൾ അത് അത്ര വിശ്വസനീയമല്ല. പക്ഷെ അതൊന്നും അങ്ങനെയായിരുന്നു അവിടെ. ഈ ടൈം തന്നെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വന്നിട്ട് ഈ ഒരു ടൈം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആരും വിശ്വസിക്കില്ല. അത്രയും സമയം നമ്മൾ ജോലി ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ വിശ്വസിക്കില്ല. കുടുംബമായി ഈ കാശ് കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല. അന്ന് വാടക എത്രയുണ്ട്? വാടക 5000 രൂപ. അതായത് ബാച്ചിലറായിട്ട് താമസിക്കുമ്പോൾ നമ്മളൊരു 5-6 പേര് താമസിക്കുമ്പോഴായിരിക്കും 5000 രൂപ. അത് ഡിവൈഡ് ചെയ്ത് പോകും. പക്ഷേ ഫാമിലി കൊണ്ടുവന്നപ്പോൾ ആ പ്ലേസിലൊന്നും നമുക്ക് താമസിക്കാൻ പറ്റത്തില്ല. നല്ലൊരു പ്ലേസ് വേണം. അങ്ങനെ ഞാനത് റിസ്ക് എടുത്താണ് ആക്ച്വലി. 5000 രൂപ എന്ന് പറയുമ്പോൾ 15 5 പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി 10 ഉള്ളൂ. അതൊരു 15 ദിവസം ആകുമ്പോഴത്തേന് തീർന്നു. എത്രയൊക്കെ മിച്ചം പിടിച്ചെന്ന് പറഞ്ഞാൽ അത് തീരും. പിന്നെ എംറ്റി ആണ്. പിന്നെ നമ്മൾ അടുത്ത വഴി കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അടുത്ത എന്തെങ്കിലും ഒരു മാർഗ്ഗം നമ്മൾ അടുത്ത മാർഗ്ഗം എന്ന് വെച്ചാൽ ഞാനിങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് നോക്കും. ഈ റഫ് തന്നെ വാങ്ങിച്ചുകൊണ്ട് വരും. ഡയമണ്ട് തന്നെ വീട്ടിൽ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ പിന്നെയും, അതായത് ഈ രാവിലെ വൈകുന്നേരം 8 മണി വരെ ജോലി ചെയ്യും. 1 മണിക്കൂർ ബ്രേക്ക് എടുത്ത് പിന്നെ ഇരുന്നിട്ട് വർക്ക് ചെയ്യും. എന്നിട്ട് ഈ വർക്ക് ചെയ്ത് രാവിലെ കൊണ്ട് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരൊരു എമൗണ്ട് നമുക്ക് തരും. ഒരു സൈഡിങ് അവിടെ ജനറേറ്റ് ആകുന്നുണ്ടായിരുന്നു ചെറിയ തോതിൽ. പക്ഷേ ഭയങ്കര ഓവർ സ്ട്രെയിൻ ആണ്. അതാണ് ഈ കണ്ണിന് ഇത്ര വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും വരിക. പിന്നീട് ഞാൻ ഇങ്ങനെ ഒരു റാൻഡംലി ഇങ്ങനെ ഒരു മൊബൈൽ വീഡിയോ കണ്ടു. ഇങ്ങനെ ഒരാളിരുന്ന് ലെതർ ക്രാഫ്റ്റിങ് ചെയ്യുന്നത്. ലെതർ ക്രാഫ്റ്റിംഗ്
അന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ ഒരാളുടെ വീഡിയോ, അങ്ങനെ ഒരാൾ പേഴ്സ് തയ്ക്കുന്ന വീഡിയോ ഞാൻ കാണുന്നത്. അപ്പോൾ ഹാൻഡ് മെയ്ഡ് അതൊന്നും എനിക്കറിയില്ല. അയാളിരുന്ന് പേഴ്സ് തയ്ക്കും, ഒരു ബന്ധമില്ല. എന്തെങ്കിലും ക്രാഫ്റ്റിംഗ്, പെയിന്റിംഗ് ഉണ്ട് മനസ്സിൽ, പെയിന്റിങ് കിടപ്പുണ്ട്, സ്പാർക്ക് ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കി. അപ്പോൾ അയാളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, എനിക്ക് ഈ പേഴ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്, എനിക്ക് വേണം അത്, എനിക്കത്. അപ്പോൾ ആൾ എന്നോട് പറഞ്ഞ പ്രൈസ് എന്ന് പറഞ്ഞാൽ 26,000 രൂപ. ഞാൻ സത്യം പറഞ്ഞ ഇങ്ങനെ ഇപ്പോൾ പറയുമ്പോൾ കിളിയൊക്കെ പോയെന്ന് പറയത്തില്ലേ, 26,000 രൂപയുടെ ഒരു പേഴ്സ്. അതായത് 4 കാർഡ്സ് വെക്കാം, ഒരു ക്യാഷ് കമ്പാർട്ട്മെന്റ് ഉണ്ട്. ഇത്ര ചെറിയ പേഴ്സിന് അയാൾ കൈകൊണ്ട് ലോകോത്തര ബ്രാൻഡുകൾക്കൊക്കെയാണ് അത്ര വില. 2016 അന്ന് ആൾ ആ ഒരു വില പറഞ്ഞപ്പം UK ഒരു ക്രാഫ്റ്റർ. അപ്പം ഞാൻ ഒരു പേഴ്സിനൊക്കെ ഇത്രയും വിലയുണ്ടോ? ഞാനന്ന് 800-850 രൂപയുടെ പേഴ്സ് എന്ന് ഞാൻ പറഞ്ഞു. ഞാനിങ്ങനെ സ്ട്രീറ്റിലൊക്കെ പോകുമ്പോൾ 850 രൂപയുടെ പേഴ്സൊക്കെ ഞാനിങ്ങനെ കയ്യിലെടുത്തിട്ട് മാറ്റി വെക്കും. ഇഷ്ടമാണ്, അതുകൊണ്ട് കുറെ നേരം കയ്യിലൊക്കെ വാങ്ങില്ല. അപ്പോൾ 250 രൂപയുടെ പൈസ മാക്സിമം അതാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. എന്നാലും ലെതർ ക്രാഫ്റ്റർ ആവുമെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇയാളുടെ അടുത്ത് ചോദിച്ചു, ഇത്രയും പ്രൈസ് പറഞ്ഞിട്ട് ഇത് ഡ്രോപ്പായി. അപ്പോൾ എനിക്കത് മനസ്സിലിങ്ങനെ ഇഷ്ടം കൂടി അതിനോട്. ഓഫീസിൽ പോയിരുന്ന ജോലി ചെയ്യുമ്പോഴൊക്കെ ഈ സാധനം ഇങ്ങനെ ബ്ലിങ്ക് അടിച്ചോണ്ടിരിക്കുകയാണ്, ഡയമണ്ട് മുന്നിലാണ്. ഇപ്പോൾ രാവിലെ പോലും വർക്ക് ചെയ്യുന്ന വർക്കൊന്നും ശരിയാകുന്നില്ല. ഇപ്പോൾ ഈ പിന്നെ വർക്ക് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ക്രോസ് ചെക്കിംഗ് ഉണ്ട്, അവിടെ തെറ്റിപ്പോയി നല്ല ചീത്തോളി കേൾക്കും. രാവിലെ പോലും ചീത്തോളി കേട്ടോണ്ടിരിക്കുക. അവസാനം ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ന് നിർത്തുക, ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് ലീവ് എടുക്കുമെന്ന് പറഞ്ഞു. എന്താണ് റീസൺ പറയണം അവിടെ, എന്താണ്? ഞാൻ റീസൺ എനിക്കറിയില്ല, എനിക്ക് വയ്യ ചെയ്യാൻ. അപ്പോൾ ആൾ പറഞ്ഞു എന്നാൽ പൊയ്ക്കോളം പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി, എന്നിട്ട് ലെതർ തപ്പ ഇറങ്ങി മാർക്കറ്റിൽ. എനിക്ക് ലെതർ വേണം. അപ്പോൾ ലെതർ തപ്പ ഇറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ ലെതറില്ല, ഗുജറാത്തിൽ ലെതറില്ല. അവസാനം ഞാൻ എന്നിട്ട് ഇങ്ങനെ നിന്നപ്പോൾ ഒരു ഓട്ടോടെ ഒക്കെ ഈ റെക്സിൻ ഇല്ലേ, റെക്സിൻ വിൽക്കുന്ന ഒരു കട ഉണ്ട്. ഞാൻ അവിടെ ചെന്ന്, അന്ന് ബൈക്കൊന്നും ഇല്ല കേട്ടോ, എന്തെങ്കിലും കിട്ടിയാൽ മതി. എന്നിട്ട് ഞാൻ നടന്നു കിടന്ന് അവിടെ റെക്സിന്റെ ഷോപ്പിൽ എന്നിട്ട് ഒരു ഈ ഓട്ടോടെ ഇതടിക്കത്തില്ലേ, സീറ്റ് അടിക്കുന്നത്, ആ ഒരു റെക്സിൻ ഏകദേശം ഒരു ബ്രൗൺ കളർ പോലെ വാങ്ങിച്ചോണ്ട് വന്നു. മനസ്സിനുള്ള ആ ഒരു ത്വര എങ്ങനെയും തീർക്കണം. എന്നിട്ട് ഞാൻ വീട്ടിൽ വന്നിരുന്ന ഒരു ബ്ലേഡും സ്കെയിലും ഒക്കെ എടുത്ത് അറിയാവുന്നതുപോലെ കട്ട് ചെയ്ത് ചെറിയൊരു സ്ക്വയർ കട്ട് ചെയ്ത് 4 സ്ക്വയർ കട്ട് ചെയ്ത്, വീഡിയോ കണ്ട പോലെ അല്ല, വീഡിയോയിലുള്ളത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. ഞാൻ വേറെ രീതിയിൽ ഇതിനെ 4 സ്ക്വയർ പീസ് കട്ട് ചെയ്ത് ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ട് ഈ ഫോർക്ക് വെച്ചിട്ട് കിഴുത്തിട്ടിട്ട് എനിക്കറിയാവുന്ന, എങ്ങനെ റെഫറൻസ് എടുത്തില്ല, അറിയാവുന്ന പോലെ ഇങ്ങനെ കോരി തയ്ച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു 4 കാർഡ്സ് ഇതിനകത്ത് എടുത്ത് വെക്കാൻ പറ്റും, 4-5 കാർഡ്സ് എടുത്ത് വെക്കാൻ പറ്റും. എന്നിട്ടും എനിക്ക് ആ ഒരു ഭംഗി അങ്ങോട്ട് പോരാ. അപ്പോൾ ഞാൻ ഒരു ഷർട്ടിൻ്റെ ബാക്കിൽ കോളർ ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു ലേബൽ എടുത്തിട്ട് കാണാൻ എടുത്തിട്ട് ചുമ്മാ അതിൻ്റെ മേലെ വെച്ചിട്ട് ഒരു ഫെവിക്വിക്കും വെച്ച് ഒട്ടിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കത് കാണാൻ ഒരു സംഭവം കൊള്ളാം. എന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് OLX ഇതിനെ വിൽക്കണമെന്നുള്ള ആഗ്രഹത്തിലൊന്നും അല്ല കേട്ടോ, ചുമ്മാ ഒരു കണ്ട ആഗ്രഹം. OLX എനിക്കൊരു ഇതുണ്ട്, അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ ചുമ്മാ ഇട്ടിട്ട് 100 രൂപ വിലയും വെച്ചു. ഞാൻ 100 രൂപയ്ക്കാണ് 1 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. 100 രൂപ വില ഇട്ട്, വില എത്ര ഇടണമെന്നൊന്നും അറിയത്തില്ല, 100 രൂപ അങ്ങ് വെച്ചു. 100 രൂപ വിലയും ഇട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞപ്പം ഒരാൾ ചോദിച്ചു ഹൗ മച്ച്. ഞാൻ പറഞ്ഞു ഇതാണ് വില, ഇവിടെ കിടപ്പുണ്ട്, 100 രൂപ കിടപ്പുണ്ടല്ലോ, അതിനകത്ത് കാണാം. അപ്പോൾ ഇന്നതാണ് സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ നിയർ ബൈ ആണ്, ഇപ്പോൾ വന്ന് എനിക്കത് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാണാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എൻ്റെ മമ്മിയും പപ്പായും വെക്കേഷൻ സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മമ്മിയോട് ഞാൻ പറഞ്ഞു ഇതൊരാൾ ചോദിക്കാൻ പറ്റുന്നു, ഞാൻ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പം അമ്മ ഇങ്ങനെ എൻ്റെ തലയിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ആളത് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പോയിട്ട് വാടാന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ അത് കൊണ്ടുപോയി എൻ്റെ അപ്പാർട്ട്മെൻറ്റിന് താഴെ കൊണ്ടുവരികയും ഞാൻ അയാളുടെ ബൈക്കിൽ വന്ന് ഞാനിത് കാണിച്ചു. ആളതിനെ ഇങ്ങനെ തിരിച്ചു മറിച്ച് നോക്കിയിട്ട് കൊള്ളാം, അപ്പോൾ അത് ജസ്റ്റ് കാർഡ് വെക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കി, കാർഡിൻ്റെ ലെവലൊക്കെ ഒന്ന് നോക്കി. ആളെന്നോട് ചോദിച്ചത് 90 രൂപയ്ക്ക് തരുന്നതെന്ന് ചോദിച്ചു, 90 റുപ്പീസിന്. ഞാൻ പറഞ്ഞു ഓക്കെ, 90 രൂപയ്ക്ക് തരാം. ഒരു ചെറിയൊരു പോർഷൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് മമ്മിയുടെ അടുത്ത് കാണിച്ചു, മമ്മി എനിക്ക് 90 റുപ്പീസ് കിട്ടി ഇതിന്. അപ്പോൾ എല്ലാവരും ഹാപ്പി. അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഞാൻ വെളിയിലെങ്ങും പോകുന്നില്ല, വീട്ടിൽ വന്നിരിക്കുന്നുണ്ട്, സ്ഥിരമായിട്ട് ഈ പണി ചെയ്യുന്നുണ്ട്. അവരെ സംബന്ധിച്ച് വേറെ പരിപാടിക്കൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ ഞാനിതൊരു 5 പീസും കൂടെ മേക്ക് ചെയ്ത് എന്നിട്ട് എൻ്റെ ഓഫീസിൽ കൊണ്ട് കൊടുത്തപ്പം അവിടെ ഈ പറഞ്ഞ പോലെ ഷർട്ടിന് പോക്കറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഡയമണ്ട് ഫീൽഡ് ആണ്. അപ്പം ഭയങ്കര സെക്യൂരിറ്റി റീസൺ. ഒരു ഡോറിന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ പോകുമ്പോഴൊക്കെ ഭയങ്കര സെക്യൂരിറ്റി റീസൺ ഉണ്ട്. ചെക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ല. ഇതൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന നാട്ടിൽ വന്നതിന് ശേഷമാണ്. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല, കോളർ പിന്നെ പോക്കറ്റ്സ് ഇല്ല.
പിന്നെ നമുക്ക് ഒരു ഡോറിന് അകത്തേക്ക് വെളിയിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ വായിൽ വെള്ളം നിന്നിട്ട് പാനിൽ തുപ്പാൻ പറയും. അതെ. വായിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ID കാർഡിൽ ബാക്കിലൊരു പോക്കറ്റ് വെച്ചിട്ട് ഒരു 5 പീസ് ഞാൻ മേക്ക് ചെയ്തു. കാരണം ഇവർക്ക് ഈ മാവ് കഴിക്കുന്ന പരിപാടി ഉണ്ട് ഗുജറാത്തികൾക്ക്, ഗുഡ്ക കഴിക്കുന്ന പരിപാടി. അപ്പോൾ എന്തെങ്കിലും ഒരു ക്യാഷ് ഇവർക്ക് ഇവിടെ ഹോൾഡ് ചെയ്യും. അങ്ങനെ ഒരു 5 പീസ് ഞാൻ അവിടെ സെല്ല് ചെയ്തു. 5 പീസ് സെല്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ മനസ്സിൽ കിടക്കുന്നത് ആ ഒരു ഫിനിഷിങ്, ആ ഒരു വർക്കൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തന്നെ കൊളീഗ്സിനാണ്, ഓഫീസിലുള്ള ആളുകൾക്കാണ്. ഞാൻ ഇതുകൊണ്ട് കാണിക്കും. ക്യാഷ് തന്നിട്ടുണ്ട്. അതിൽ ക്യാഷ് തരാത്ത ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇപ്പോഴും അതിൽ ക്യാഷ് തരാത്ത ആൾക്കാരുണ്ട്. ഇതിപ്പോൾ പറയുമ്പോൾ മനസ്സിലാവുകയാണെങ്കിൽ ഓക്കെ, അവർക്ക് അറിയാൻ പറ്റും. എന്നിട്ട് അവസാനം ഞാൻ എന്തെടുത്തു, ഈ ഫിനിഷിങ് കിട്ടാത്ത വന്നു. അതെന്നെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് ആ ഫിനിഷിങ് വേണം, ആ ഒരു വർക്ക് പഠിക്കണം. മാത്രമല്ല ലെതർ അല്ലല്ലോ, റെക്സിനാണ്. അപ്പോൾ ആ ഒരു ഫിനിഷിങ് കിട്ടത്തില്ല. അവസാനം ഞാൻ ഗൂഗിളിൽ കയറിയിട്ട് ലെതർ അവിടെ കിട്ടും, അതിൻ്റെ പുറകെ കൂടാൻ തുടങ്ങി. ഒരു ബുക്ക് എടുത്ത് വെച്ചിട്ട് എഴുതൽ പരിപാടി തുടങ്ങി. എന്തൊക്കെ വേണം, എന്താണ് ചെയ്യേണ്ടതെന്ന് എഴുതി തുടങ്ങി. എന്നിട്ട് ഓരോന്ന് ചെക്ക് ലിസ്റ്റ് ഇടുന്ന പോലെ തന്നെ ഓരോന്ന് ലെതർ പർച്ചേസ് ചെയ്തു. ഒരു സാമ്പിൾ ലെതർ ഒരാളുടെ നിന്ന് പർച്ചേസ് ചെയ്തു. അപ്പം ചെറിയ പറ്റുന്നുള്ളൂ, കാരണം എൻ്റെ കയ്യിൽ ഫണ്ടില്ല, ഫണ്ട് 0 ആണ്. അപ്പോൾ ഉള്ളത് വെച്ച് കുറേ മാസങ്ങളെടുത്ത് ആ ഒരു വഴിക്ക് തന്നെ. അപ്പോൾ ആരുടെ അടുത്ത് കടം ചോദിക്കാനും പറ്റത്തില്ല, കാരണം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൂടെ ഉള്ള അറിവില്ല അന്ന് ഈ ലെതർ ക്രാഫ്റ്റിങ്ങിനെ കുറിച്ച്. ലെതർ വാങ്ങിക്കണം, ഏത് ടൂൾസാണ് വാങ്ങിക്കേണ്ടതെന്നും അറിയുന്നില്ല. അയാൾ കാണിച്ചിരിക്കുന്ന ടൂൾസിനൊരു പേരുണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണം നമ്മൾ സെർച്ച് ചെയ്യാൻ. ഇന്നിപ്പോൾ നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ വെച്ചിട്ട് റൗണ്ടൊക്കെ വരയ്ക്കുമ്പം എന്താണ് സാധനം എന്നൊക്കെ ഉള്ളത് നമുക്ക് വരും. പക്ഷെ അന്ന് അത് ഓപ്ഷൻസ് ഇല്ല, കീപാഡാണ്. അപ്പം ലിമിറ്റഡ് സോഴ്സിൽ കുറേയധികം ടൂൾസുകളൊക്കെ ഞാൻ പലയിടത്തുനിന്ന് പർച്ചേസ് ചെയ്തു. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ കൊല്ലന്മാരുടെ അടുത്തൊക്കെ കൊണ്ടിട്ട് അതേപോലത്തെ സാധനം മേക്ക് ചെയ്യിപ്പിച്ചു. ലെതർ ഒരെണ്ണം സാമ്പിൾ വാങ്ങിച്ചു, അതിൽ ഒരു പ്രോഡക്റ്റ് മേക്ക് ചെയ്തു, ഒരു കാർഡ് ഹോൾഡർ മേക്ക് ചെയ്തു. അതിൽ മേക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി റെക്സിനല്ല, ലെതറിലാണ് ഇതിൻ്റെ വർക്ക് നടക്കുക. ആ ഫിനിഷിങ് കിട്ടണമെങ്കിൽ ലെതറി വേണം. എന്നാലേ ആ ലെതർ ക്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു മേഖലയുണ്ടെന്നും അതിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് എത്രത്തോളം ആളുകൾക്ക് അറിയത്തില്ല. ലെതർ ഇൻഡസ്ട്രീസ് ഉണ്ട്, ചെന്നൈയിലും കാൺപൂരും കൽക്കട്ടയിലും ഒക്കെ ലെതർ ഇൻഡസ്ട്രീസും ബാഗുകളൊക്കെ മേക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ ജനിക്കുന്നതിന് മുമ്പേ ഉണ്ട്. പക്ഷെ ലെതർ ക്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കലയാണ്, അതൊരു ആർട്ടാണ്. ആക്ച്വലി അവർ ചെയ്യുന്ന ആ ഒരു പരിപാടി ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണെന്നും നമ്മുടെ നാട്ടിലെ ആളുകളും ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി. അപ്പം ഞാൻ ഇത് ചെറുതെ പഠിക്കാനുള്ള ഇപ്പം 1-2 പേരെ ഞാൻ ടാർഗറ്റ് ചെയ്ത്, അതായത് ഈ യൂട്യൂബിൽ, എന്നിട്ട് അവരുടെ വീഡിയോസ് കാണാൻ തുടങ്ങി. റിപ്പീറ്റ്ലി അത് കാണാൻ തുടങ്ങി. അവരെങ്ങനെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അവർ ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷേ ഈ 2 പേരെ മാത്രം ഞാനൊന്ന് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. ഒരു റയാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. അപ്പോൾ അയാളെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറേയധികം കാര്യങ്ങൾ പഠിക്കാൻ കിട്ടി. അയാൾ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്. ഇപ്പോഴും ഞാൻ പുതിയ ആൾക്കാരോട് വരുമ്പം അവരോടും പറയുന്ന അയാളുടെ വീഡിയോ കണ്ടാൽ മതി, എൻ്റെ വീഡിയോ കാണണ്ട, അയാളുടെ വീഡിയോ കാണും. ഞാൻ അവിടെ നിന്നാണ് പഠിച്ചു തുടങ്ങി. അപ്പോൾ ഈ സാമ്പിൾ കിട്ടിയ സാധനം വെച്ച് ഞാൻ മേക്ക് ചെയ്തു. ആ പ്രോഡക്റ്റ് ഞാൻ സെല്ല് ചെയ്തു. ഓഫീസുകളിലും 100 രൂപയ്ക്ക് 150 രൂപയ്ക്കൊക്കെ ഞാനത് സെല്ല് ചെയ്യുന്നുണ്ട്. ലെതർ എന്ന് പറഞ്ഞാൽ വിലയുള്ള സാധനമാണ്, പക്ഷെ ഫ്രീ കിട്ടിയതാണല്ലോ, സാമ്പിൾ ആണല്ലോ. അല്ലല്ല, സാമ്പിളിന് നമ്മൾ പൈസ കൊടുക്കണം. സാമ്പിളിന് നമ്മൾ പൈസ കൊടുക്കണം. ആ ഒറ്റ പീസിന്റെ പൈസ കൊടുത്താൽ മതി. മറ്റേത് സാമ്പിൾ ഒരു കമ്പനി നമുക്ക് അയച്ചു തരുന്ന സാമ്പിൾ ഒറ്റ കളറിൽ ഒരെണ്ണം അയച്ചു തരുള്ളൂ. രണ്ടാമത് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അത് 500 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റോ നമ്മൾ ഓർഡർ ചെയ്യണം. അപ്പോൾ ഈ സാമ്പിൾ മാത്രം എടുത്തുകൊണ്ടുള്ള പരിപാടിയാണ് നമ്മൾ. സാമ്പിൾ മാത്രമേ ഉള്ളൂ. പല കമ്പനിയും 12 മണിക്കൂർ വർക്ക് ചെയ്യുന്നു, പിന്നെ പണിയെടുക്കുന്നു, ഇത് വിൽക്കുന്നു, 150 രൂപ ഉണ്ടാക്കുന്നു. ഇതിങ്ങനെ പോകുന്നുണ്ട്, പണി പഠിക്കുകയാണല്ലോ. അവസാനം ഈ സാമ്പിൾ തന്നോണ്ടിരുന്ന ആള് പറഞ്ഞു, ഇനി ഞാൻ നിനക്ക് ലെതർ തരില്ല, കുറച്ച് നാളായി പറ്റിക്കാൻ തുടങ്ങിയിട്ട് ഇനി ഞാൻ ലെതർ തരില്ല. പല കാരണങ്ങൾ പറഞ്ഞിട്ട് ഞാനത് വാങ്ങിച്ചു. അയാളുടെ 5 തവണ വാങ്ങിച്ചു. അയാൾ പറഞ്ഞു അയാളുടെ എൻ്റെ ലൈഫിൽ 5 പ്രാവശ്യം സാമ്പിളൊക്കെ ഒരാൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവുക. സെയിം ലെതറാണ് വാങ്ങിക്കണേ. അല്ലെങ്കിൽ സാമ്പിൾ വാങ്ങിക്കുന്ന ഒരു കളർ വാങ്ങിച്ചിട്ട് വേറെ കളറിലേക്കൊക്കെ പോകും. ഇതുമില്ല, സെയിം ലെതർ തന്നെ വാങ്ങിച്ചോണ്ടിരിക്കുക. അപ്പോൾ ആൾ പറഞ്ഞു, ഇനി നീ ഓർഡർ തരാതെ ഞാൻ നിനക്ക് ലെതർ അയച്ചു തരില്ല. ഇത് ചെന്നൈയിൽ റാണിപ്പേട്ടുള്ള ഒരാളാണ്. എന്നിട്ട് അപ്പം ലെതറില്ല, ഇനി വർക്ക് ചെയ്യാൻ ലെതറില്ല. അപ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്തത് ഞാൻ ഇതിനോട് അഡിക്റ്റായി. തലയ്ക്ക് പിടിച്ചു. എനിക്ക് ഉറക്കം വരുന്നില്ല, ഓഫീസിൽ പോകാൻ പറ്റുന്നില്ല, ഒരു പരിപാടിയും ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം ഞാൻ ഓഫീസിൽ ചെന്ന് സേട്ടൻ്റെ അടുത്ത് ഞാൻ ആ ക്യാബിൽ ഇതുവരെ കയറിയിട്ടില്ല. ഞാനിങ്ങനെ നോക്കിയിട്ടല്ലാതെ ആ ക്യാബിന് ഞാൻ കയറിയിട്ടില്ല. അയാളുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ നാളെ പോലെ ജോലിക്ക് വരുന്നില്ല, ഞാൻ ജോലി നിർത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ ഭയങ്കര സ്റ്റക്കായി. എന്താ ജോലിക്ക് വരാത്ത? ഇപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ലെതർ ക്രാഫ്റ്റിംഗ്, അതെനിക്കറിയാം, നീ ലെതർ ക്രാഫ്റ്റിംഗ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം, പേഴ്സൊക്കെ നീ കൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു എന്താ റീസൺ ചോദിച്ചു. അപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞ ആളുടെ അടുത്ത് ഒരാൾ എനിക്ക് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ലെതർ ക്രാഫ്റ്റിംഗ് ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞു. ഞങ്ങൾ പാർട്ട്ണർഷിപ്പിൽ ഇത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. വെറുതെ പറഞ്ഞ അങ്ങനെ ഒരു കാര്യമില്ല. എനിക്ക് അവിടെ നിന്ന് പോരണം, എന്നാലും എനിക്കിത് തുടങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ അയാൾ പറഞ്ഞു എത്ര രൂപയാണ് നീ നോക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു 80,000 റുപ്പീസ് ലെതറിന് വേണ്ടി വേണം, പിന്നെ ഒരു 20,000 അതിൻ്റെ ഒരു ബേസിക് സെറ്റപ്പ് ടൂൾസും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. 1,00,000 രൂപ വേണം. 1,00,000 രൂപ വേണം. പറഞ്ഞു കഴിഞ്ഞത് ആൾ ആ ഡ്രോവറിൽ നിന്ന് എനിക്ക് 2 കെട്ട് നോട്ട് എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഞാനും ഭയങ്കര ഷോക്കായി പോയി. ഇതേപോലെ നോട്ട് എടുത്ത് തന്നിട്ട് പറഞ്ഞു നിന്റെ പ്രോബ്ലം തീർന്നില്ലേ, പക്ഷെ നീ പണിക്ക് വരണം. എന്നോട് പറഞ്ഞു പണിക്ക് വരണം. അല്ലാതെ അത് എനിക്ക് ഇപ്പൊ തോന്നുമ്പം നല്ലതുമായിരുന്നു. ചിലപ്പോൾ എന്നെ ആണെന്നു. അപ്പം പെട്ടെന്ന് ആൾ എനിക്ക് ഫണ്ട് വന്നപ്പം സത്യം പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ആ ഫണ്ട് വന്നു. എൻ്റെ ഒരു മൈൻഡിലൊരു സാധനം ഇങ്ങനെ ബ്ലോക്കായിട്ട് കിടക്കുന്നത് പെട്ടെന്ന് ഓപ്പണായി. ഏത് ലെതർ എന്നുള്ള സാധനം എനിക്ക് പെട്ടെന്ന് ഓപ്പണായി കിട്ടിയതുപോലെ, എനിക്ക് ലെതർ കിട്ടിയതുപോലുള്ള ഒരു ഇത്. സാലറി തുല്യമാണ്. ഒരു വർഷം പണിയെടുത്താലും നമ്മൾ അത്ര മിച്ചം വെച്ചിട്ടുണ്ടാവില്ല. ഈ ഫണ്ട് ഞാൻ എടുത്ത് എൻ്റെ അക്കൗണ്ടിലിട്ടു, നേരെ അങ്ങേർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ചെന്നൈക്കാരന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പം പാർസൽ എനിക്ക് റെഡിയാക്കിയോളം പറഞ്ഞു. അപ്പോൾ ഒരു 15 days പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നിന്ന് പാർസൽ വാങ്ങിച്ചു. എന്നിട്ട് ഫണ്ടൊക്കെ അയാളുടെ അടുത്തെത്തി. ഇയാൾ എനിക്ക് ലെതർ മേക്ക് ചെയ്യാൻ തുടങ്ങി. 15 days ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, ലെതർ വരുന്ന വരെ ആ രാത്രികളൊക്കെ എന്ന് പറഞ്ഞാൽ ഉറങ്ങിയിട്ടില്ല. ഇത് വരുന്ന വരെ നമുക്കൊരു ലെതർ വന്നു, റിസീവ്ഡ് ആയി എന്ന് പറയുന്നത് നമ്മുടെ അവിടെ. അപ്പോൾ ഈ രസകരമായി സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഷീറ്റേ ഞാൻ കണ്ടിട്ടുള്ളൂ അറ്റ് എ ടൈമിൽ. 500 square feet എന്ന് പറഞ്ഞാൽ എൻ്റെ ഇമാജിനേഷനൊക്കെ വെളിയിലുള്ള പരിപാടിയാണ്. എനിക്കറിയില്ല എന്ത് വലിപ്പമുണ്ടെന്ന് എനിക്കറിയില്ല, എത്രത്തോളം ഫോമില വരുന്നതെന്ന് ഒന്നും അറിയില്ല. ഫോമില എനിക്കറിയാം, പക്ഷെ ഇത് എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ടാവും, എവിടെ നമ്മൾ സ്റ്റോർ ചെയ്യും എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പം പാർസൽ എടുക്കാൻ പോയി. പാർസൽ വന്നപ്പം വലിയ 2 റോളാണത്. വലിയ റോളാണ്. 24 square feet ഒരു ഹൈഡ് വരുന്നു. ഒരു ആനിമലിന്റെ ഹൈഡ് 24 square feet, 14 square feet 24 ആയിരിക്കും വരുന്നത്. ഇതിങ്ങനെ റോൾ ചെയ്ത് 2 പാക്കറ്റ് സാധനം വന്നു, 2-3 പാക്കറ്റ് ആക്ച്വലി. ഇത് എന്നിട്ട് ഞാൻ എൻ്റെ അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ 6ാം നിലയിലാണ് ഞാൻ. ലിഫ്റ്റില്ല. ഇത് വലിച്ചു കയറണം. ഞാനും ആ റിക്ഷക്കാരനും കൂടെ ഇത് വലിച്ച് 6ാം നിലയിൽ മേലെ. നാട്ടുകാർ നോക്കുന്നില്ല, ഇത് മൊത്തം നാട്ടുകാരും ആ ഫ്ലാറ്റിലുണ്ടായിരുന്ന ആളുകൾ മൊത്തം അയാളെ നോക്കുവാണ്. ഞാൻ എന്താണ് ഈ വലിച്ച് മേലെ കയറ്റുന്നത്. അന്ന് സത്യം പറഞ്ഞാൽ ആ സമയത്താണ് എൻ്റെ വൈഫ് രണ്ടാമത്തെ ക്യാരിങ് ആവുന്നതും. നാട്ടിലേക്ക് ഞാൻ പറഞ്ഞു വിട്ട സമയത്താണ് ഞാൻ കാണുന്നില്ല, ഉണ്ടെങ്കിൽ നടക്കൂല. അതെ, അല്ലാതെ തന്നെ കുറെ കേസ് ഞാൻ അവളെ കളഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ നിർത്തിക്കോളാൻ പറഞ്ഞാണ്. വലിച്ച് മേളിൽ കയറ്റി. ഞാനിത് ആ റിക്ഷക്കാരനെയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഈ പാക്കറ്റ് തുറന്നത് ഫസ്റ്റ് റോൾ ഓപ്പൺ ആക്കി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു റോങ് അടിച്ചു. കാരണം സാമ്പിൾ തന്ന സാധനമല്ല വന്ന ഷീറ്റ്. അതിൻ്റെ ഇൻസൈഡൊക്കെ ഭയങ്കര ഡാമേജ് ആയിട്ടും ഇങ്ങനെ ഫൈബേഴ്സ് ഒക്കെ പൊങ്ങി നിൽക്കുന്ന ഒരു രീതിയിലാണ് വന്നത്. അപ്പം ഞാൻ ഓർത്തു ഫസ്റ്റ് പീസ് ആണല്ലോ, അതിനെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെ ആയിരിക്കാം, ഡാമേജ് ആകാത്ത ഒരു കോട്ടിങ് പോലെ വെച്ചിരിക്കുന്നതായിരിക്കാം. ഞാൻ ചെറിയ ഓരോ ഷീറ്റ് അടിക്കുമ്പോഴും എനിക്ക് മനസ്സിലായി തുടങ്ങി എനിക്ക് സാമ്പിൾ തന്ന സാധനം അല്ല ഇയാൾ അയച്ചേക്കുന്നത്. പണി കിട്ടി. ഞാൻ ഇരുന്ന് പോയി നമ്മൾ വാക്കുകൊണ്ട് പറയത്തില്ലേ, ഞാൻ ശരിക്കും ഇവിടെ ഇരുന്നു, ലെതറിന് നടക്കിരുന്നു. 500 square feet ഒരു റൂമിനകത്ത് നിറച്ച് ഞാൻ ആ ലെതറിന് നടക്കിരുന്നു. കടം വാങ്ങിച്ച് 1,00,000 രൂപ കൊണ്ട് പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തല കറങ്ങുവാണോ വീട് കറങ്ങുവാണോ ഒരു ഐഡിയയും കിട്ടുന്നില്ല. അത് കഴിഞ്ഞപ്പം ആരോടെങ്കിലും പറയണമെന്നുണ്ട് എനിക്ക് തോന്നുന്നു. ആരോടും പറഞ്ഞിട്ടില്ല. ലെതർ വാങ്ങിക്കാനാന്ന് ഈ സേട്ടിന് മാത്രം അറിയാം. എൻ്റെ ഓഫീസിലെ എൻ്റെ സേട്ടിന് മാത്രം അറിയാം. എൻ്റെ വീട്ടിൽ അറിയത്തില്ല, എൻ്റെ വൈഫിന് അറിയത്തില്ല, ഒരാൾക്കും അറിയത്തില്ല. അവിടെ ഉണ്ട് എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ഒരാൾക്കും അറിയത്തില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ രാവിലെ എണീച്ച് ഓഫീസിൽ പോയി. ഈ ലെതറൊക്കെ അങ്ങനെ തന്നെ കിടക്കുക, റൂമിൽ അങ്ങനെ തന്നെ ഓപ്പൺ ആയിട്ട് കിടക്കുക. ഓഫീസിൽ ചെന്നിരുന്നു, പിന്നെയും സെയിം സിറ്റുവേഷൻ, ജോലി പറ്റുന്നില്ല. അതവിടെ അങ്ങനെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ അവിടെ വർക്കൗട്ട് ആവുള്ളൂ. ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, ഉച്ചയായപ്പോൾ ഇറങ്ങി ഈ 500 square feet വന്നതുപോലെ തന്നെ റോള് ചെയ്ത് പാക്ക് ചെയ്ത് അത് തുന്നി കെട്ടും. ഇത് പാക്ക് ചെയ്യണമെങ്കിൽ അത് തുന്നി കെട്ടി 6 നിലയിൽ ഞാൻ ഇത് ഒറ്റയ്ക്ക് താഴെ ഇറക്കിയിട്ട് ഒരു റിക്ഷ വിളിച്ചിട്ട് ഞാനിത് തിരിച്ചയക്കാൻ ഫ്രം അഡ്രസ്സ് അതിലുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ തിരിച്ചയക്കാനുള്ള ഇത് ഡിസൈഡ് ചെയ്തു. തിരിച്ചയക്കാം വെച്ചിട്ട് കാര്യമൊന്നുമില്ല, വെറുതെ എൻ്റെ റൂമിൽ അതിട്ടിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഞാനിത് പല ഓഫീസുകളിൽ കയറി ഇറങ്ങാൻ തുടങ്ങി, കൊറിയർ സർവീസുകളിൽ കയറി ഇറങ്ങാൻ തുടങ്ങിയപ്പോഴൊന്നും എനിക്കിത് അവരയക്കാൻ സമ്മതിക്കുന്നില്ല. കാരണം ഇത്ര വലുപ്പമാണ്, 6 അടിയോളം നീളമുണ്ട്, ഇത്ര വലുപ്പമുണ്ട്, ഇത്ര വെയിറ്റ് കൂടുതലാകുമ്പോൾ ഇവർ അയക്കുന്നില്ലാത്ത റീസൺ എന്ന് വെച്ചാൽ 50,000 രൂപ മേളിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പം ഇ വേ ബില്ലും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും എൻ്റെ കൊടുക്കാനില്ല. അപ്പോൾ അയക്കണമെങ്കിൽ സ്വന്തമായിട്ടൊരു കമ്പനി വേണം, ഒരു കമ്പനി അയച്ചേക്കുന്നത്. അപ്പോഴാണ് ഞാൻ എൻ്റെ നൂലാമാലകളൊക്കെ അറിയുന്നത്. കമ്പനി GST നമ്പർ ബില്ല് ഒന്നുമില്ല എനിക്ക്. അപ്പോൾ ഇത് കൊണ്ടു നടക്കാൻ തുടങ്ങി. ഉച്ച മുതൽ വൈകുന്നേരം വരെ ഇത് കൊണ്ടുനടക്കാൻ ആരും കേൾക്കുന്നില്ല. അവസാനം റിക്ഷക്കാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കിത് റെയിൽവേയിൽ കൊണ്ട് അയക്കാം, പാർസൽ അയക്കാന്ന് പറഞ്ഞു, RMS അയക്കാന്ന് പറഞ്ഞു. അവിടെ ചെന്നു. RMS ചെന്നപ്പോഴും സെയിം
പ്രോസസ്സ് തന്നെ. അവിടെയും വേണം ഈ ബില്ലും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിലെ എക്സ്പ്രഷൻ കണ്ടിട്ടാണോ എൻ്റെ സ്റ്റോറി ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, ഈ നടന്ന കഥ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, ആ കൗണ്ടറിലിരുന്ന ആളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ റിസ്കിൽ ഞാനിത് അയച്ചുതരാം എന്ന് പറഞ്ഞു. ഗുജറാത്തിയാണ്. ഗുജറാത്തിയാണ്. ഒരു മുസ്ലിം ആയിരുന്ന ആള്. ഞാളുടെ ഫേസ് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. വേറെ എല്ലാം മറന്നാലും ഞാൻ ആളുടെ ഫേസ് ഒരിക്കലും മറക്കില്ല. എനിക്ക് ഇപ്പം പോയിട്ടൊന്ന് കാണണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. ആളെ ഒന്ന് പോയി കാണണമെന്നുണ്ട്. കാരണം അയാളത് തിരിച്ചയച്ചു, അയാളുടെ റിസ്കിൽ അത് അയച്ചു. പാഴ്സൽ അയച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ മാനുഫാക്ചറിൻ്റെ അടുത്ത് ഞാൻ വിളിച്ചു പറഞ്ഞു, ഞാൻ ആ പാഴ്സൽ തിരിച്ചയച്ചിട്ടുണ്ട്. ചെന്നൈയിലുള്ള മാർവാടിയാണ് അയാൾ? അല്ലല്ല, ചെന്നൈക്കാരൻ തന്നെയാണ്. ചെന്നൈക്കാരൻ തന്നെയാണ്. അപ്പം ഞാൻ ആളെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ തിരിച്ചയച്ചിട്ടുണ്ട്. അപ്പം എന്നോട് ചോദിച്ചു, നീ എങ്ങോട്ടാണ് ഇത് അയച്ചേക്കുന്നത്? ഞാൻ പറഞ്ഞു, അതിലുണ്ടായിരുന്ന ഫ്രം അഡ്രസ്സിലേക്ക് തന്നെയാണ് ഇത് അയച്ചേക്കുന്നതെന്ന് പറഞ്ഞു. കാരണം നിങ്ങൾ എനിക്ക് സാമ്പിൾ തന്ന സാധനമല്ല വന്നത്. ഞാൻ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എനിക്ക് അറിയാവുന്ന ലാംഗ്വേജിലൊക്കെ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു കാണിച്ചു. അപ്പോൾ അയാൾക്ക് ഏകദേശം ധാരണയുണ്ട്. എനിക്ക് ചിലപ്പം ഞാനൊരു ബിഗിനർ ആയതുകൊണ്ട് ആൾ എനിക്ക് തന്നൊരു പണിയാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആളെ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷേ ഞാനത് തിരിച്ചയച്ചു കഴിഞ്ഞ് ആളെന്നോട് പറയുകയാണ്, അയാളുടെ സ്ഥാപനവും ഞാൻ ഈ അയച്ച അഡ്രസ്സും തമ്മിൽ 200 കിലോമീറ്ററോളം വ്യത്യാസമുണ്ട്, എനിക്ക് അവിടെ പോയിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഫ്രം അഡ്രസ്സ് ഉണ്ടായിരുന്നു, ഞാൻ അതിലേക്ക് അയച്ചു, എനിക്കത് വേണ്ട, നിങ്ങൾ ലെതർ തന്നില്ലെങ്കിലും ക്യാഷ് തന്നില്ലെങ്കിലും എനിക്ക് ആ സാധനം വേണ്ട, അത് ഇവിടെ ഇരുന്നിട്ട് ഒരു കാര്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ എടുത്തോ, എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു. അത് പാഴ്സൽ ഒരു 5 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആളെന്നെ കോൾ ചെയ്തിട്ട് പറഞ്ഞു, നീ ഒരു 5000 രൂപയോടെ എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ അത് പോയി കളക്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങോട്ട് പൈസ കൊടുക്കണമെന്നോ? ഞാനപ്പോൾ ആലോചിച്ചപ്പോൾ ഒന്നും ആലോചിക്കാനില്ല, ഞാൻ 5000 രൂപ ഇട്ട് കൊടുത്തു. 5 മിനിറ്റിൽ തന്നെ 5000 രൂപ എന്തോ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് അത് കൊടുത്തു. പിന്നെ ഒരു 15 ദിവസത്തേക്ക് വിളിയും പറച്ചിലൊന്നുമില്ല. അപ്പം തന്നെ ഞാൻ ഏകദേശം ഒന്ന് സെറ്റായി. അതായത് ഞാൻ മൈൻഡ് കൊണ്ടൊന്നും സെറ്റായി. കാരണം എൻ്റെ പൈസ പോയി. ഇനി അവിടെ പോയിട്ട് എൻ്റെ ഒരു എത്ര വർഷം ഞാൻ അടിമപ്പണി അത് തന്നെ. അപ്പം ലെതർ പോയ കാര്യം എനിക്ക് ഈ ആളുടെ അടുത്ത് പറയാനും പറ്റുന്നില്ല, ഏത് സേട്ടിൻ്റെ അടുത്ത് പറയാനും പറ്റുന്നില്ല, ആരുടെ അടുത്തും പറയാൻ പറ്റുന്നില്ല. ഭയങ്കര പല സിറ്റുവേഷനിലൊക്കെ ഞാൻ പോയി നിന്ന്. ഇപ്പം ഞാൻ എനിക്ക് ഇൻ്റർവ്യൂവിലും പറയാൻ താല്പര്യമില്ല. കാരണം ഞാൻ അങ്ങനെ എൻ്റെ പിള്ളേരുണ്ട്, വേണേ അവരെ കേൾക്കാം. അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഞാൻ പോയി നിന്നു. എൻ്റെ വൈഫിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പേ പറഞ്ഞു, ഞാനത് പറയണോ. ഞാൻ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ പോയി നിന്നു. 1 ലക്ഷം രൂപ ഇപ്പം ആളുകൾ വിചാരിക്കും 1 ലക്ഷം രൂപ വേണ്ടി ആരെങ്കിലും അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ഇപ്പം വേണമെങ്കിൽ ചിന്തിക്കാം. അന്നത്തെ സിറ്റുവേഷനിൽ 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ, ഞാൻ കണ്ടിട്ടില്ല ഒരുമിച്ച്. അയാൾ തന്നപ്പോഴാണ് ഞാൻ അത്രയും പൈസ ഒരുമിച്ച്. അത് പറയുമ്പോഴേ ഞാൻ ആലോചിക്കുകയാണ്, ചിലപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനിൽ നിന്നുകൊണ്ട് അത് തിരിച്ചയക്കുമ്പോൾ അദ്ദേഹത്തോട് കഥ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിങ്ങളുടെ ഫേസിലുണ്ടായിരുന്നു മൊത്തം. നിങ്ങൾ വല്ല കടുങ്കയും കാണിക്കുന്നു. എന്റെ ഫേസിലുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് അയാൾ അത് ചെയ്തു തന്നത്. വേറെ അല്ല, അയാളുടെ കമ്മ്യൂണിക്കേഷൻ വലുതായിട്ടൊന്നും ഇല്ല. ആളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് ഇപ്പോഴും ഇടയ്ക്കൊന്ന് പോയിട്ട് ആളെ കാണണമെന്നുണ്ടെന്ന് ഞാൻ പറയാം. എന്ത് സംഭവിച്ചു പിന്നീട് ഈ ഒരു 15 ദിവസം കൂടെ കഴിഞ്ഞപ്പം എന്നോട് ആള് വിളിച്ചു പറഞ്ഞു, ഞാൻ അതിനകത്ത് പ്രോബ്ലം ഒക്കെ റെക്ടിഫൈ ചെയ്തിട്ട് ആ ലെതർ നിനക്ക് ഒന്നുകൂടെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഹാപ്പി ഒന്നും ആയില്ല. ഞാൻ സാധനം വരട്ടെ എന്ന് കരുതി ഇതുപോലെ വന്നു. ഞാൻ ആരെയും വിളിക്കാന്നില്ല, ഞാൻ തന്നെ ചുവന്ന് മേളിൽ കയറ്റി. അപ്പോഴും നാട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ഞാൻ തന്നെ. ആ റിക്ഷക്കാരനെ കൂടെ വിളിച്ചില്ല, ഞാൻ തന്നെ വലിച്ച് മേളിൽ കയറ്റി ലെതർ പൊട്ടിച്ചു. ലെതറിൻ്റെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് ഫസ്റ്റ് ഷീറ്റ് എടുത്തപ്പം, ആദ്യത്തെ ഷീറ്റ് എടുത്തപ്പം ഇങ്ങനെ കാലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു തണുത്ത ഇങ്ങനെ ഒരു കയറ്റം കയറത്തില്ലേ, അത് ഞാൻ റിയലി ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാമ്പിൾ അയച്ചു തന്നതിനേക്കാളും ഒരു പടിക്ക് മുകളിൽ നിൽക്കുന്ന ലെതറാണ് എനിക്ക് അയാൾ തന്നേക്കുന്നത്. ഞാനിത് മൊത്തം എടുത്തപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാൻ അതിന് മുമ്പും ഞാൻ അത്ര ഹാപ്പി ആയിട്ടുണ്ടാവില്ല. ഞാൻ നോക്കുമ്പോൾ എൻ്റെ റൂം നിറച്ച് ലെതർ, എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, അത്ര ലെതർ എടുക്കാം. അപ്പോൾ ഭയങ്കര ഹാപ്പി. മറ്റേന്ന് പറഞ്ഞാൽ ഒരു സാമ്പിൾ ഷീറ്റ് വരുന്നതിനകത്തുനിന്ന് ഒരു പീസ് മേക്ക് ചെയ്ത് അടുത്ത പീസ് ഓർഡർ ഉണ്ടെങ്കിൽ എനിക്ക് വിഷമമാണ്. സത്യം പറഞ്ഞാൽ തീർന്നു പോകുന്നുള്ള വിഷമമാണ്. കടൽ പോലെ കിടക്കുന്നു, എത്ര വേണമെങ്കിലും ഉണ്ടാക്കാം. ഇത് ഓഫീസിൽ പോയിരിക്കും, 8 മണി ഞാൻ നോക്കിയിരിക്കും. 8 മണിയായി കഴിഞ്ഞാൽ ഇറങ്ങി ഒറ്റ ഓട്ടമാണ്, ആരുമില്ല. നേരെ വീട്ടിൽ വരിക, പേപ്പറിൽ ഡിസൈൻ വരയ്ക്കുക, അതിൻ്റെ പാറ്റേൺ കട്ട് ചെയ്യുക, ലെതറിൽ വെച്ച് കട്ട് ചെയ്യുന്നു. പലയിടത്തുനിന്ന് റെഫറൻസ്, സ്വന്തമായിട്ട് ഡിസൈൻ ഒന്നല്ല, പലയിടത്തുനിന്ന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാർഡ് ഓർഡേഴ്സ് മേക്ക് ചെയ്യുക, ഫോട്ടോ എടുക്കുക, OLX ഇടുക. പിന്നീടാണ് എത്ര രൂപയ്ക്ക് ഇടുന്നത് ഞാൻ പറയാം. ഇത് OLX നമ്മൾ ഓരോ പ്രോഡക്റ്റ് ഇടുമ്പോഴും 150 രൂപ 200 രൂപ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ ലെതറിൻ്റെ ഒരു പ്രോഡക്റ്റ് കണ്ട് മാർക്കറ്റ് ചെയ്യണമല്ലോ. ഇപ്പം എൻ്റെ OLX ഇടുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു 3 കിലോമീറ്റർ റേഡിയസ് ഒക്കെ അന്ന് ഇതിനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ
ഒരുപാട് തവണ റിപ്പീറ്റ് ഇടുമ്പോൾ ഓർഡേഴ്സ് കിട്ടാൻ തുടങ്ങി. അപ്പം ഞാൻ ആലോചിച്ചപ്പം എൻ്റെ ഓഫീസിൽ കുറേയധികം ആൾക്കാരുണ്ട്, അവരുടെ എല്ലാ മൊബൈലിൽ ഞാൻ ഈ OLX ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഈ പ്രോഡക്റ്റ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് സ്പെല്ലിംഗ് ഒക്കെ മാറ്റി വെക്കണം, എന്നാലേ ഇത് വീഴുള്ളൂ, അപ്ലോഡ് ആവുള്ളൂ. അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് ഓൾറെഡി അപ്ലോഡ് ആണെന്നൊക്കെ കാണിക്കും. നമ്പർ ഡിഫറെൻ്റ് ആയതുകൊണ്ട് അന്ന് അപ്ലോഡ് ആവുന്നുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ ഒന്ന് റൗണ്ട് അടിക്കും ഓഫീസിൽ, ആരെങ്കിലും ഹായ് മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്ന്. അങ്ങനെയാണെങ്കിൽ അയാളുടെ നമ്പർ കളക്ട് ചെയ്യും, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യും. രാവിലെ ഒരു വൈകുന്നേരം വരെ ഇരുന്ന ഒറ്റ ഒരാളോട് ഡീൽ ചെയ്ത് വൈകുന്നേരം അത് ഡീല് ക്ലോസ് ആകത്തില്ല. അയാൾ പറയും കൊണ്ടുപോവാ, ലൊക്കേഷൻ അയച്ചാലും കൊണ്ടുപോവാ കാണിക്കുമെന്ന് പറയും. അപ്പോൾ ഞാൻ എൻ്റെ ബൈക്കിൽ പോക്കറ്റിൽ ഈ പ്രോഡക്റ്റും വെച്ച് ഇയാൾ പറഞ്ഞിരിക്കുന്ന അഡ്രസ്സിൽ പോയി ഈ പ്രോഡക്റ്റ് കാണിക്കണം. ചിലപ്പോൾ ഇഷ്ടപ്പെടാം, ചിലപ്പം ബാർഗെയിനിങ്, ഭയങ്കര ഹെവി ബാർഗെയിനിങ് സ്കില്ലാണ് അവരുടെ. നമ്മളിപ്പം 150-200 രൂപയാണ് പറഞ്ഞതെങ്കിലും 60 രൂപയിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പറഞ്ഞിരുന്ന പൈസ ഒന്നും അന്ന് ഒരിക്കലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ ഞാൻ ഓരോ പ്രാവശ്യം അത് ചെയ്യുമ്പോഴും നമുക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ എന്തോ ഒന്ന് ചെയ്യുന്നു, ഞാൻ എൻ്റെ ലൈഫിൽ എന്തോ ഒന്ന് ചെയ്യുന്നു എന്നുള്ളൊരു തോന്നൽ അന്ന് മുതലുണ്ട്. ഒരു നമ്മളാ പോയിരുന്ന ജോലി ചെയ്യുന്ന പരിപാടിയല്ലല്ലോ, നമ്മളൊരു പ്രോഡക്റ്റ് മേക്ക് ചെയ്ത് അത് കിട്ടുന്ന പൈസ മാത്രമല്ലായിരുന്നു, ഞാൻ അതിനകത്തുനിന്നൊരു ഹാപ്പിനെസ്സും കണ്ടെത്തുന്നുണ്ടായിരുന്നു. പിന്നെ ചെറുകെ ഇതങ്ങോട്ട് ആളുകളിലേക്ക് എത്താൻ തുടങ്ങി. പിന്നെ പ്രൈസും ഗ്രാജുവലി ഞാൻ ചെറുതായിട്ട് കൂട്ടാൻ തുടങ്ങി. അന്നത് 150 നിന്ന് 250 ആക്കി. 250 നിന്ന് എനിക്കൊരു 800 ഹൈക്ക് കിട്ടിയൊരു സ്റ്റോറി ഉണ്ട്, ഇതിനിടയ്ക്ക് പറയട്ടെ. അതായത് 250 സെല്ല് ചെയ്തുകൊണ്ടിരിക്കുക. 250 സെല്ല് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പനി അടിച്ചു. ഓഫീസിൽ പോകാൻ പറ്റില്ല 2 ദിവസം. 2 ദിവസം ഓഫീസിൽ പോയില്ലെങ്കിൽ എൻ്റെ ടോട്ടൽ ഈ പ്ലാനിങ് തെറ്റും 2 ദിവസം പോയില്ലെങ്കിൽ. അപ്പം ഞാൻ ഈ പേഴ്സ് കൊണ്ട് കാണിച്ചപ്പോൾ ആളുടെ അടുത്ത് പറഞ്ഞു 800 രൂപ എന്ന് പറഞ്ഞു. ഞാനത് ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ള, പക്ഷെ ഇപ്പോഴും എൻ്റെ ഓർമ്മ. അപ്പോൾ ആളിങ്ങനെ മണത്ത് നോക്കിയിട്ടെ കൂടെ വന്നുള്ള ആളോട് പറഞ്ഞു ഇത് കൊള്ളാം, ഗുജറാത്തിലാണ്, ഇത് കൊള്ളാം എന്ന് പറഞ്ഞു. ലെതറിനെ കുറിച്ച് അറിയാവുന്ന ആളാണ് ആയിരിക്കാം. അയാൾ എനിക്ക് പൈസ തന്നു 1600 രൂപ. ഒരു നെഗോസിയേഷൻ ജസ്റ്റ് എനിക്ക് ക്യാഷ്. അപ്പൊ കാര്യം മനസ്സിലായി, ഇത് ഇത്തിരി വിലയുള്ള സാധനമാണ്. അല്ല, കോൺഫിഡൻസ് കൂടി ആ പ്രോഡക്റ്റിന് അത്രയും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നത്, നമ്മൾ കാണിക്കുന്ന പ്രോഡക്റ്റ് നമുക്കൊരു കോൺഫിഡൻസ് വേണം. ഇത് വെച്ചിട്ട് ഇന്നതാണ് വിലയെന്ന് പറയാൻ നമുക്കൊരു കോൺഫിഡൻസ് വേണം. നമുക്ക് വെറുതെ ബ്ലൈൻഡ്ലി ഒരിക്കലും അത് ഏൺ ചെയ്യാനും പറ്റത്തില്ല. അപ്പം എനിക്ക് അന്ന് മുതൽ ഞാനത് 800 രൂപയ്ക്ക് സെല് ചെയ്യാൻ തുടങ്ങി. അതേ പ്രോഡക്റ്റ് 800 രൂപയ്ക്ക് സെല് ചെയ്യാൻ ഒറ്റയടിക്ക് 800 ആക്കി. ഈ 800 രൂപയ്ക്ക് സെല് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ എനിക്ക് കുറച്ചുകൂടെ ഫ്രീഡം, ഫിനാൻഷ്യലി കുറച്ചുകൂടെ ഫ്രീഡം കിട്ടാൻ തുടങ്ങി. പിന്നെ ചെറിയ പ്രോഡക്റ്റിൻ്റെ ഡിസൈനുകൾ മാറ്റാൻ തുടങ്ങി. പിന്നെ ഞാനത് നോക്കുമ്പം ഫേസ്ബുക്കിലും അങ്ങനെ കുറേ ഓപ്പർച്യൂണിറ്റീസ്, അതായത് നമ്മൾ ബിസിനസ്സിനെ അന്ന് അവർ പ്രൊമോട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ അതിൽ ഈ ബൈ ആൻഡ് സെൽ ഗ്രൂപ്പുകളിലൊക്കെ എൻ്റെ പ്രോഡക്റ്റുകൾ ഇടാൻ തുടങ്ങി. ഹാൻഡ് ക്രാഫ്റ്റഡ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇടാൻ തുടങ്ങി. അപ്പോൾ അന്ന് റോയൽ ആർമി എന്നൊരു പേര് ഞാൻ ഇതിന് വെച്ചു. റോയൽ ആർമി കിങ്സ് റോയൽ ആർമി എന്ന് വെക്കാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴും ആളുകൾ ചോദിക്കുന്ന കേട്ടോ, ഞാൻ വീഡിയോസ് ഇടുമ്പോഴും ഇൻസ്റ്റയിലും ഒക്കെ വീഡിയോസ് ഇടുമ്പോൾ എന്നോട് ചോദിക്കുന്നത് എന്തിന് ഈ റോയൽ ആർമി എന്ന് വെക്കണം എന്ന് ചോദിക്കുന്ന. അന്നതിന് പേരിടെന്ന് വെച്ചാൽ ഞാനിങ്ങനെ എവിടെയോ ഒരു ബുക്കിൽ വായിച്ചാണ്, ഈ മുഗളന്മാർ ഇവിടെ റൂൾ ചെയ്തപ്പം അവർക്കൊരു സ്പെഷ്യൽ ബറ്റാലിയൻ ഉണ്ടായിരുന്നു, ഈ എലിഫൻറ്റിനെ വെച്ചിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അവരുടെ ഭയങ്കര ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ അവർ ഫൈറ്റ് ചെയ്യുന്നതാണ് ഈ എലിഫൻറ്റിനെ വെച്ചിട്ട്. എൻ്റെ ലോഗോയും എലിഫൻറ്റിൻ്റെ ഹെഡാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഏറ്റവും ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ എൻ്റെ അടുത്ത് വന്ന് ചേർന്നാണ് ഈ ലെതർ ക്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി. അപ്പം ഞാൻ റോയൽ ആർമി കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ അതിൻ്റെ ഒരു കിങ്സോടെ, എനിക്ക് കുറച്ച് സ്റ്റാഫും കാര്യങ്ങളൊക്കെ, അപ്പം ഞാൻ അതിൻ്റെ ഒരു കിങ്സോടെ ആഡ് ചെയ്തു. കിങ്സ് റോയൽ ആർമി ബ്രാൻഡ് നെയിം. കച്ചവടം അങ്ങനെ എത്ര നാൾ പോയി? കച്ചവടം അങ്ങനെ ഈ നമ്മുടെ കോവിഡ് വരുന്നത് വരെ ഞാൻ അത്യാവശ്യം ഗുജറാത്തിൽ. ചോദിച്ചോട്ടെ, ഈ സാധനം അപ്പോഴിങ്ങനെ കടല പോലെ കിടക്കുന്നതൊക്കെ തീരാറായോ? അത് 1.5 വർഷം കൂടി ഞാൻ തീർത്തു. 1.5 വർഷം എടുത്തു. ആരെങ്കിലും ചെയ്യും 1.5 കൊല്ലത്തേക്കുള്ള സ്റ്റോക്ക്? അത് റോ മെറ്റീരിയൽ നമുക്ക് അറിയില്ലല്ലോ, അറിയില്ല ഇത് എത്രത്തോളം ഉണ്ടാവും എന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഒരു സംശയം കൂടി, മറ്റേ 1 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു. അതിനിടെ തിരിച്ചു കൊടുത്തു, സിമ്പിൾ ആയിട്ട് തിരിച്ചു കൊടുത്തു. ഞാൻ അതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു 6 ലക്ഷം രൂപയോളം ഞാൻ അതിനകത്തുനിന്ന് ഏൺ ചെയ്തു. ആ ഒരു 1.5 ലക്ഷം അല്ല, 1 ലക്ഷം രൂപ. 1 ലക്ഷം രൂപയിൽ നിന്ന് എനിക്ക് തോന്നി വളരെ ഫ്രീ ആയിട്ട് എനിക്ക് അയാൾക്ക് പൈസ. 1.5 ലക്ഷത്തിനിടയ്ക്ക് അപ്പൊ ഭാര്യ തിരിച്ചു വന്നോ? ഇത് കുഞ്ഞായി തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ അവളോട് ഈ ഒരു ഇതിന്റെ ബാഡ് സ്റ്റോറി ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്ത്, അവള് വരുന്ന സമയത്ത് ഞാൻ ആ ലെതറൊക്കെ എടുത്ത് മറ്റേ ഇതിനടിയിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം അത്രയും ലെതർ കാണുവാണല്ലോ. ഈ ലെതർ ഇതിനകത്ത് ഇടുമ്പോൾ എന്താണെന്നറിയോ, ഈ നമ്മൾ ഈ ഒരു സ്മെല്ലുണ്ട് ഇതിന്. അപ്പൊ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ഇതിപ്പം റൂം നിറയെ ലെതർ സാമ്പിൾ വാങ്ങിച്ചു. ഇത് കത്തിച്ച് കളയാനൊന്നും പറ്റില്ല, ഇതിങ്ങനെ കിടക്കും ഇങ്ങനെ സാധനം.
അപ്പം പക്ഷെ എനിക്ക് പറയേണ്ട ഒന്നും അല്ലെ അറിഞ്ഞവള് അപ്പോഴേക്കും കാശ് കിട്ടി തുടങ്ങിയല്ലോ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ക്യാഷ് കിട്ടി തുടങ്ങി. പക്ഷേ അതിലുണ്ടായിരുന്ന അവരും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ചെറിയൊരു റൂമാണ്, ബെഡ്റൂമിൽ തന്നെയാണ് ഒരു ചെറിയൊരു സൈഡിലൊരു കോർണറിലൊരു ടേബിൾ ഇട്ടിട്ട്. കാരണം അവർ ഈ 2 മണി ഞാനാണ്, എനിക്ക് 2 മണിയാണ്, എനിക്ക് ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അവർക്ക് ഇതിന് നോയ്സ് ഉണ്ടാവാം, പക്ഷെ അവർ അവിടെ തന്നെ ആയിരിക്കും കിടക്കുന്നുണ്ടാവാം, കുട്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാക്രിഫൈസ് ചെയ്തു. അവരവരുടെ ടൈം കുറേ സാക്രിഫൈസ് ചെയ്തു. ജോലിയൊക്കെ അന്ന് ഞാൻ തന്നെ ആയിരുന്നു. അവരിതിലേക്ക് നോക്കിയില്ല വലുതായിട്ട്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നോക്കുമ്പം ഈ പറയുന്ന പോലെ ഞാൻ കൂട്ടുകൂടി വെളിയിലെങ്ങും പോകുന്നില്ല, ജോലി കഴിഞ്ഞ് നേരെ വീട്ടിൽ വരുന്ന സേഫ് ആണ്, അവരുടെ കൺമുൻപിലുണ്ട് ഞാൻ എപ്പോഴും. നല്ല കഠിനാധ്വാനിയാണ്. കൊറോണ വരുന്നത് കോവിഡ് വന്നപ്പം ഇത് മൊത്തത്തിലൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. എനിക്ക് മാത്രമല്ല, ലോകത്തുള്ള എല്ലാവർക്കും സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ 1 മാസത്തോളമൊക്കെ ഞാൻ അവിടെ പിടിച്ചു നിന്നു. പിന്നെ ഞാൻ ചോദിക്കുന്ന ആൾക്കാരൊന്നും നമ്മുടെ അടുത്ത് പ്രോപ്പറായിട്ടൊരു റിപ്ലൈ ഇല്ലല്ലോ. ഇതെന്ന് ഓപ്പൺ ആകുമെന്ന് ആർക്കും അറിയില്ല. 2 കൊല്ലത്തോളം എടുത്തു. മറ്റേ ജോലി അപ്പം തന്നെ അവർ ഷട്ട് ഡൗൺ ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഫാമിലീനെ നേരെ നാട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടി വന്നതാണ്. എന്നിട്ട് ഞാൻ തിരിച്ചു പോകാം എന്നുള്ള രീതിയിൽ വന്നതാണ്. അതുകൊണ്ട് റൂമൊന്നും വെക്കേറ്റ് ചെയ്യാതെ തന്നെ ഞാൻ അവരെ കൊണ്ടുവന്നതിന് ശേഷം വീട്ടിൽ കൊണ്ടുവന്നു. എപ്പം നാട്ടിൽ വന്നാലും എൻ്റെ ഡ്രസ്സൊന്നും ഉണ്ടാവില്ല. ഇതിനകത്ത് ഞാൻ കട്ട് ചെയ്ത് ലെതർ എടുത്ത് വെക്കും. ലെതറും ടൂൾസും കൊണ്ടുവരും. പിന്നെ അത് ഇതിനിടയ്ക്ക് ഞാൻ നാട്ടിലും അത് ടൂൾസ് വെക്കാൻ തുടങ്ങി. ലെതർ മാത്രം സൂട്ട് കേസിൽ കൊണ്ടുവരാൻ, കട്ട് പീസ് ആക്കി കൊണ്ടുവരാൻ തുടങ്ങി. എന്നിട്ട് വീട്ടിൽ ഇരുന്നിട്ടും ചെയ്യും. നാട്ടിൽ വെക്കേഷന് വന്നാലും അവിടെ ഇരുന്നിട്ട് ചെയ്യും. ഇത് ചെയ്യാതെ പറ്റത്തില്ല എന്നായി. ഇതൊരു അഡിക്ഷനായി ഇതിനോട്. ഇതിപ്പോ ആളുകൾ എങ്ങനെ പലതരം അഡിക്ഷൻ ഉണ്ട്. പക്ഷേ ഇത് ലോകത്ത് ആദ്യമായിട്ടാണ് ലെതറിൽ അഡിക്ഷൻ വന്ന ഒരാളാണ് ഷാനു. സത്യം. ഇതെനിക്ക് ചെയ്യാതെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥകളിലേക്ക്. അതിന്റെ മണമൊക്കെ അങ്ങോട്ട് ഒരു വീക്ക്നെസ് ആണ്. ആണോ ഇത് അതിന്റെ സ്മെല്ല് ഇതെനിക്ക് അറിയാതായി. വെളിയിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ അവർ പറയും ഇവിടെ ഇതിനകത്ത് ഭയങ്കര സ്മെല്ലുണ്ടല്ലോ എന്നൊക്കെ. പക്ഷെ എനിക്ക് ഇതിനോടൊന്നും ഒരു വിഷയമല്ല. നമ്മുടെ ജീവിതം ഇതിനകത്ത്. ശരി, അപ്പൊ തിരിച്ചു വരാൻ തീരുമാനിച്ചോ? തിരിച്ചു വന്നു. നാട്ടില് കോവിഡ് ആയപ്പോൾ ഞാൻ ഇവരെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നായി. ഇനിയിപ്പോ നെക്സ്റ്റ് എന്താണ്, ഇനിയിപ്പോ എന്നാണ് ഇത് ഓപ്പൺ ആവുന്നത്? അറിയാവുന്ന പണി ഈ 2 പണിയേ ഉള്ളൂ. ഒന്ന് ഡയമണ്ട് കുറച്ച് ക്യാഷേ ഉള്ളൂ. ഡെയിലി ഇത് തീരും. ക്യാഷ് പെട്ടെന്ന് തീരും. നാട്ടിൽ വന്നാൽ കുറച്ചുകൂടെ പെട്ടെന്ന് തീരും. അപ്പം ഞാൻ അപ്പനോട് പറഞ്ഞപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യും? അപ്പനോട് പറഞ്ഞു നിനക്കറിയാവുന്നൊരു ജോലി ഉണ്ടല്ലോ, അപ്പം നീ ഓർഡർ ഉണ്ടെങ്കിൽ നീ മേളിൽ ടെറസ് കാലിയായിട്ട് കിടക്കുക. അപ്പോൾ അവിടെ പോയിരുന്നു റെൻ്റ് തരണ്ട, മേളിൽ കയറിക്കോളാൻ പറഞ്ഞു. അപ്പം ഒരു 20 ദിവസം ക്വാറന്റൈൻ ഇരുന്നു. പിന്നെ മേളിലേക്ക് കയറി. ടെറസിന് മേളിൽ ഞാനൊരു പണിയിപ്പിച്ച് ടേബിളിലിട്ട് ഒരു ചെയറും ഇട്ട് മേളിലിരുന്നു. റോഡിൽ കൂടെ പോകുന്ന ആൾക്കാരൊക്കെ ഇവൻ ടെറസിന് മേളിൽ എന്താണ് ടേബിൾ ഇട്ടിട്ടിരിക്കുന്നത്. അന്ന് തന്നെ കളിയാക്കി ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അന്ന് ഒരുപാട്, കാരണം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണല്ലോ. അല്ല റൂഫുണ്ട്, പക്ഷെ ഇങ്ങനെ കാണാം റോഡ് നിരപ്പാണ്. അപ്പൊ ഇങ്ങനെ ഗുജറാത്തിലെ ഡയമണ്ട് പണിയെടുത്തിരുന്നവൻ ഇവിടെ എന്താ പരിപാടി? ഫുൾ ടൈം ഇരുന്ന് എന്തോ പണിയുന്നുണ്ട്. ശരി, എന്നിട്ട് എന്ത് സംഭവിച്ചു? അവിടെ ഇരുന്ന് ഓർഡർ എടുക്കാൻ തുടങ്ങി. അന്നും എനിക്ക് ആളുകൾ ചെറിയ അറിഞ്ഞു തുടങ്ങി ഈ ഒരു, കാരണം കടയിൽ കിട്ടുന്ന പോലത്തെ ഒരു പ്രോഡക്റ്റ് അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആണ് നമ്മുടെ പ്രോഡക്റ്റ്. കുറച്ചൊരു കട്ടിയുണ്ട്, സ്ട്രോങ് ഉണ്ട്, ഡ്യൂറബിലിറ്റി ഒക്കെ കയ്യിൽ പിടിക്കുന്ന ആളുകൾക്ക് തോന്നുന്നു. അവർ വാങ്ങിക്കുന്ന ആൾ വേറൊരാളെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെ കുറേയധികം ഓർഡേഴ്സ് വരാൻ തുടങ്ങി. നോർത്ത് ഇന്ത്യക്കാരാണ് അന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് ഓർഡേഴ്സ് തന്നിരുന്നത്. അങ്ങനെ നാട്ടിൽ നിന്ന് അപ്പോൾ എനിക്കൊരു കാര്യം ഞാൻ വേറെ റിയലൈസ് ചെയ്തു കേട്ടോ. ഇത് ഗുജറാത്തിൽ നിന്ന് പോയാലും എനിക്കിത് ചെയ്യാൻ പറ്റും. ഓൺലൈനിലാണല്ലോ ബിസിനസ്, എവിടെ നിന്ന് വേണമെങ്കിലും നമ്മൾ. അന്ന് ഞാനത് റിയലൈസ് ചെയ്യുന്നില്ല. നാട്ടിൽ വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കുന്നത് നാട്ടിലിരുന്ന് ഇത് ചെയ്യാം. ഗുജറാത്തിലിരുന്നാലേ ഇത് ശരിയാവുള്ളൂ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അവിടെയാണല്ലോ നമ്മൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചത്. അപ്പം നാട്ടിലിരുന്നത് തുടങ്ങി ഗ്രാജുവലി. അപ്പം ഓർഡറിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങിയപ്പം ഞാൻ എൻ്റെ വീടിനടുത്തൊരു ചേച്ചിയോട് ചോദിച്ചു, ചേച്ചിയും കൂടെ വരുന്നു, എനിക്കൊരു ഹെൽപ്പ് ആവുന്നു. അപ്പം ഞാൻ ആ ചേച്ചിയും കൂടെ വിളിച്ചപ്പം ചേച്ചിയും ഹാപ്പി ആയി. അപ്പം വന്നു. എൻ്റെ ഫസ്റ്റ് എംപ്ലോയി ആണ്, ബിന്ദു എന്നാണ് ആളുടെ പേര്. ആള് വന്നു. അപ്പോൾ ആളെ ഞാൻ ഈ ചെറുകെ എന്നാലും ഞാൻ ഈ തയ്ക്കുന്നൊന്നും ആളുടെ കൊടുത്തിട്ടില്ല. ആദ്യം എനിക്ക് തന്നെ ഇത് ചെയ്യണം, എനിക്കത് ചെയ്താലേ അത് ആവുള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു ഇന്ന്. പിന്നെ അത് നടക്കാതായപ്പം കുറേ കൂടെ ഓർഡറിൻ്റെ എണ്ണം കൂടാൻ തുടങ്ങിയപ്പം ഈ പറഞ്ഞത് ഞാൻ ആളുകളെ ആഡ് ഓൺ ചെയ്തു. കുറേ ആൾക്കാരെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തു നിന്നൊക്കെ ആഡ് ഓൺ ചെയ്തു. പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലേക്ക് ഫോക്കസ് ചെയ്തു. ടിക്ടോക്കിലേക്ക് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കരമായിട്ട് റീച്ചായി. അപ്പം എനിക്ക് മനസ്സിലായി ടിക്ടോക്ക് ഉണ്ട്. ടിക്ടോക്ക് ഉണ്ട്. അനിയച്ചാരാണ് അജ്മാനിന്ന് അത് ചെയ്തു തന്നത്. ആളും കോവിഡ് സമയത്ത് എൻ്റെ കൂടെ ഒരു 4 കൊല്ലത്തോളം ആൾക്കും എനിക്ക് ജോലി കൊടുക്കാൻ പറ്റി. എൻ്റെ ലൈഫിലുള്ള ഒരു കാര്യമാണത്. ആള് നാട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ ആളോടും പറഞ്ഞു നീയും എൻ്റെ കൂടെ കയറി. ആള് 4 കൊല്ലത്തോളം എൻ്റെ അടുത്ത് വർക്ക് ചെയ്തു. ഇപ്പോൾ ആള് UK സെറ്റിലാണ്, ഫാമിലിയായിട്ട് സെറ്റിലാണ്.
സ്റ്റില് അവിടെ അങ്ങനെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഒരു അപ്പോഴേക്കും ഇതിനൊരു കൂര കിട്ടിയോ? പിന്നെ ഞാനത് ഓരോ പോർഷൻ ഇങ്ങനെ കെട്ടിമറിച്ച് എനിക്കൊരു ഓഫീസ് വരെ ആക്കി അവിടെ. അപ്പൊ ഞാൻ ടെറസിന്റെ മേളിൽ ഞാനൊരു 30 പേരെ കയറ്റി. 30 പേര്? 30 പേര്. എന്റെ ആകപ്പാടെ 750 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്ടില് 30 പേര് ഡെയിലി ഈ ടെറസിൽ കൂടി കയറി ഇറങ്ങി പോകുന്നുണ്ട്. നാട്ടുകാരൊക്കെ ഇപ്പൊ ഇത് കാണുന്നുണ്ട്. വീടിന് ചുറ്റിനും ഞങ്ങൾക്ക് കിണറില്ല, അപ്പൊ വീടിന് ചുറ്റും ടാങ്കായി. വെള്ളം വേണമല്ലോ, ഇത്രയധികം ആളുകൾക്ക് വെള്ളം വേണം. വെളിയിൽ നിന്ന് വെള്ളം അടിക്കുന്നു, ടാങ്കായി, ഇഷ്ടം പോലെ കച്ചവടം പൊടി പിടിക്കുന്നു. കച്ചവടം അത്യാവശ്യം ഓൺലൈൻ സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി, വീഡിയോസ് ഇടാൻ തുടങ്ങി. വീഡിയോസ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിംഗ് ചെറുതായിട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ പ്രോഡക്റ്റിനെ പരിചയപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ മുതലാണ്. ഫോട്ടോസാണ് ആദ്യം ഇട്ടിടുന്നത്. ഫോട്ടോസ് ഇട്ട് കഴിഞ്ഞപ്പോൾ അത്രത്തോളം ഒരു റീച്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാനത് പ്രോഡക്റ്റ് അതെന്താണെന്നുള്ളത് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ മുതൽ ആളുകൾക്കത് കുറച്ചുകൂടെ, എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ സ്വീകാര്യത വന്നത് അപ്പോഴായിരിക്കാം. ആളുകൾ കാണാൻ തുടങ്ങി, സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, വാങ്ങിക്കുന്ന ആളുകൾക്ക് ഒരു ക്വാളിറ്റി. കിങ്സ് റോയൽ ആർമി അങ്ങനെ തകർക്കുകയാണ് ഓൺലൈനിൽ. അത്യാവശ്യം ഓൺലൈനിൽ അത് സെല്ലായി തുടങ്ങി കഴിഞ്ഞപ്പം. അപ്പൊ നമ്മൾ ഈ പർച്ചേസ് ചെയ്യുന്നതൊക്കെ പഴയ ആൾക്കാരും അല്ലല്ല, ഇപ്പൊ എനിക്ക് പുതിയ ആൾക്കാരെ കിട്ടി, പഠിച്ചു തുടങ്ങി. നമ്മൾ അതിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അതാണല്ലോ വേണ്ടത്. അപ്പൊ ആദ്യം ഒരു പേഴ്സണലാണ് വാലറ്റ് എന്ന് പറയുന്നത്. അതില് പ്രോഡക്റ്റ് റേഞ്ചുകൾ ആഡ് ചെയ്തോ? പ്രോഡക്റ്റ് ഇപ്പൊ ഇന്ന് 250 മേളിൽ പ്രോഡക്റ്റ്. എന്റെ വെബ്സൈറ്റിൽ തന്നെ 250 പ്രോഡക്റ്റ് ഡിസൈൻസ് ഉണ്ട്. എന്തൊക്കെ സാധനങ്ങൾ? എല്ലാം ഉണ്ട്. ഷൂസ് ഒഴിച്ചിട്ട് ബാക്കിയെല്ലാം ഉണ്ട്. ഷൂസിന്റെ മെഷീനറീസ് എൻ്റെ ടെറസിന്റെ മേളിൽ കയറ്റാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഞാൻ അതിനെ അവോയ്ഡ് ചെയ്തതാണ്. എനിക്ക് ഷൂസ് മേക്ക് ചെയ്യാൻ അറിയാം, അത് പഠിച്ചു, ഷൂസ് മേക്ക് ചെയ്യാനും പഠിച്ചു. അപ്പോൾ ഷൂ ഒഴിച്ച് ബാക്കിയെല്ലാം കസ്റ്റം മെയ്ഡ് പ്രോഡക്റ്റ് ഇപ്പോൾ ഒരാൾക്ക് വേണം. ഇപ്പൊ നിങ്ങൾക്ക് ലെതർ കൊണ്ട് ഒരു ലാപ്ടോപ്പ് ബാഗ് നിങ്ങളുടെ അളവിൽ നിങ്ങളുടെ പേര് വെച്ച് നിങ്ങളുടെ ബ്രാൻഡിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് സാധനമാണ് ലെതർ? എന്തിന്റെ ലെതർ? എന്ത് വേണമെങ്കിൽ. ഇപ്പൊ ആളുകൾ ഇപ്പൊ നമ്മൾ ലെതർ വാങ്ങിക്കുന്നുള്ളൂ. എന്ത് ലെതറാണത്? ബഫലോ സ്കിൻ ആണ് യൂസ് ചെയ്യുന്നത്. ഏറ്റവും ഡ്യൂറബിൾ ആണ്. വെജിറ്റബിൾ ആൻഡ് പ്രോസസ്ഡ് ലെതർ ആണ് വാങ്ങിക്കുക. അതായത് ഫുൾ ഗ്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു സ്കിന്നിന്റെ ഏറ്റവും ടോപ്പ് ലെയറിലുള്ളതാണ് ഫുൾ ഗ്രെയിൻ എന്ന് പറയുന്നത്. ആ ഹൈഡാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. ആ സാധനം ഉപയോഗിച്ച് കീറിയല്ല പോകും, അതൊരു കറുത്ത ടാൻ വരും. പെറ്റിന ഡെവലപ്പ് ആവും. അതിനെ പെറ്റിന ഡെവലപ്പ് ആവാന്ന് പറയാം. എത്ര കൊല്ലം വേണമെങ്കിലും ഉപയോഗിക്കും. ഇപ്പം അത്യാവശ്യം മര്യാദയ്ക്ക് ഇപ്പം എന്നെ പോലെ ഒരാളാണ് ഉപയോഗിക്കുന്നത്. ഒരു 25 ഇയേഴ്സ് തള്ളുവല്ല, ഒരു 25 ഇയേഴ്സ് ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, ഡീസൻറ്റ് യൂസ് ചെയ്യണമെങ്കിൽ. ഇപ്പം ഒരു സെയിൽസ്മാൻ, ഇപ്പോൾ റോഡിൽ കൂടെ നമ്മൾ സെയിൽസ്മാൻ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും വരാം. പക്ഷെ എന്നാലും നമുക്കത് റിക്കവർ ചെയ്യാനും പറ്റും. അതിനകത്ത് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ഒരു മറ്റേ വാളറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പീൽ ഓഫ് ആയി പോകും, അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല. ഡയമണ്ട് പോലെ തന്നെയാണത്. ഇങ്ങനെ അങ്ങോട്ട് പോളിഷ് ആയി ഡയമണ്ട് പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ കമ്പനിയിൽ ഇപ്പം വർക്ക് ചെയ്യുന്ന ഒരു 60ഓളം എംപ്ലോയീസ്. അതോടെ നിൽക്കട്ടെ, 60 പേരായി. ടെറസിന്റെ മുകളിൽ നിന്ന് ഇറങ്ങേണ്ട വന്നു വെച്ച് കഴിഞ്ഞാല് ഡയറക്റ്റ് പറയുന്നതിന് ഞാൻ മനസ്സിലാക്കി. കാരണം നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷനൊക്കെ നടക്കുമ്പോഴാണ് നമ്മൾ കുറച്ചധികം ആൾക്കാർ, ഇത് ഡെയിലി കുറേയധികം ആൾക്കാർ മേളിലേക്ക് കയറുമ്പോൾ. അപ്പോൾ അതിൻ്റെതായ എവിടെയാണ് സ്ഥാപനം തുടങ്ങിയത്? ഇപ്പം വെണ്ണിക്കുളം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടെ നിന്ന് തന്നെ ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത്. അവിടെ ഓഫീസും ഫാക്ടറിയും? ഓഫീസും എനിക്കൊരു ഓഫീസും ഒരു ഔട്ട്ലെറ്റും ഒരു ഫാക്ടറിയും, ബാക്ക് സൈഡിൽ ഫാക്ടറിയും. എത്ര സ്ക്വയർ ഫീറ്റ്? 2000 സ്ക്വയർ ഫീറ്റ്, 2500 സ്ക്വയർ ഫീറ്റ്. ഇപ്പം 2 ഷട്ടറും കൂടെ ഞാൻ വരുന്നതിന് മുമ്പ് 2 ഷട്ടറും കൂടെ എടുത്തു. വേറെ എവിടെയെങ്കിലും? വേറെ ചെന്നൈയിലൊരു യൂണിറ്റ്. ചെന്നൈയിൽ ആദ്യത്തെ ലെതർ വാങ്ങിച്ച സ്ഥലത്ത് വെല്ലൂര് ഒരു 15 പേരോളം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. കോർപ്പറേറ്റ് ഓർഡേഴ്സ് വരുന്നത് മൊത്തം നമ്മൾ അവിടെ മേക്ക് ചെയ്യിപ്പിക്കും. കാരണം മെഷീൻ മെയ്ഡ് ആണ് അവര്. 250 SKUs, 250 പ്രോഡക്റ്റ്, 60 പേർക്ക് തൊഴിൽ അല്ലേ? നിങ്ങൾ ആദ്യം ആ റെക്സിൻ ലെതർ വിറ്റത് 90 രൂപയ്ക്ക്. ഇന്ന് പ്രോഡക്റ്റ് റേഞ്ചിന്റെ പ്രൈസിങ് എവിടെ? പ്രോഡക്റ്റ് റേഞ്ചിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 35,000-40,000 റുപ്പീസിന്റെ പ്രോഡക്റ്റ് വരെ നമ്മുടെ അവൈലബിൾ. ആ ഒരു ചെറിയ വാലറ്റിന് എത്ര വരെ കിട്ടാൻ തുടങ്ങി? ഇപ്പം 8,000 റുപ്പീസ്. 8,000 രൂപ തന്ന് വാങ്ങാൻ ആളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ഞാൻ ആ പ്രോഡക്റ്റ് ബ്രാൻഡ് അല്ല, നിങ്ങൾ ഒരു വലിയ വേൾഡ് ക്ലാസ് ബ്രാൻഡ് ഒന്നും അല്ല, പക്ഷെ ക്വാളിറ്റി കണ്ടുകൊണ്ട് ആളുകൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഇപ്പം നിങ്ങൾ വിശ്വസിക്കില്ല, 400 കിലോമീറ്റർ ഒക്കെ കാർ ഓടിച്ച് വരും, നമ്മുടെ അപ്പോയിൻമെന്റ് എടുത്ത് വരും, എന്നിട്ട് പറയും ഇന്നതാണ് പ്രോഡക്റ്റ് എനിക്ക് വേണ്ടത്, ഇതാണ് എനിക്ക് ചെയ്യേണ്ടത് എന്ന് പറയും. എവിടെ നിന്നൊക്കെ കസ്റ്റമേഴ്സ്? ഒരുപാട് വരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വരും, UK എന്നൊക്കെ വരും. UK എന്നൊക്കെ ക്ലയൻസ് വരും. UK എന്ന് ക്ലയൻസ് വന്നിട്ട് മലയാളികൾ. നിങ്ങൾ വീഡിയോ ഇടുന്ന മലയാളത്തിലായോ? എവിടെ നിന്നുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്? നമുക്ക് ഒരുപാട്. GCCയിലാണ് 80% നമ്മുടെ പ്രോഡക്റ്റുകൾ സെല്ലാണ്. GCCയിലാണ് ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റുകൾ സെല്ലാണ്. ഞാൻ പറഞ്ഞല്ലോ, ടിക്ടോക്കാണ് എനിക്കൊരു ബ്രേക്ക്. ഇവിടെ ബാൻ വന്നു, അവിടെ നല്ലതായിട്ട് പൊളിക്കുന്നുണ്ട്, നല്ല രീതിയിൽ അത് പോകുന്നുണ്ട്. അപ്പൊ എന്താണ് നിങ്ങളുടെ ഇൻസ്റ്റാ ID? കിങ്സ് റോയൽ ആർമി ഹാൻഡ്മെയ്ഡ് ലെതർ ഗുഡ്സ്.
കിങ്സ് റോയൽ ആർമി അടിക്കുമ്പോൾ തന്നെ നമ്മുടെ നിങ്ങളുടെ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ വൈറലാണ് ചിലതൊക്കെ അല്ലേ. അപ്പൊ അവിടെ നിന്നാണ് ഈ ഓർഡേഴ്സ് ഫുള്ള് വരുന്നത്, വെബ്സൈറ്റ് വഴിയുണ്ട്. വഴിയുണ്ട്. ഇന്ന് 60 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞു. എന്ത് വിറ്റുവരവുണ്ട്? ഇപ്പൊ നമുക്കൊരു 40 ലാഖിന്റെ സെയിൽ പെർ മന്ത് നമുക്ക് വരുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 40 ലാഖിന് അബവ്, ഏകദേശം ഒരു 5-5.5 കോടി രൂപയുടെ വിറ്റുവരവ്. യെസ്. എന്നെ സംബന്ധിച്ച് എല്ലാം ബോണസാണ്. അതെ. വൈഫും വൈഫിനെ ഞാൻ ഈ ഒരു ബിസിനസ്സിലേക്ക് ആഡ് ഓൺ ചെയ്തു. അനിയച്ചാരും ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ ഇവിടെ നിന്ന് ഹാൻഡിൽ ചെയ്യാൻ ഒരാൾ, അപ്പോൾ ആൾക്കും ഇൻട്രസ്റ്റഡ് ആണ്. ആളെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ഫുള്ളായിട്ടാക്കി. അപ്പോൾ ആളത് നല്ല രീതിയിൽ കുറച്ചുകൂടെ കണക്കും കാര്യങ്ങളൊക്കെ എന്നെക്കാളും തിട്ടമാണ്. അപ്പം ആളെ അത് ഏൽപ്പിച്ചു. ഷാനു, ഭാവി സ്വപ്നങ്ങൾ എന്താണ്? ഭാവി സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകം അറിയുന്ന ഒരു ബ്രാൻഡ് ആക്കണം. എല്ലാവരെയും പോലെ തന്നെ, എല്ലാ ബ്രാൻഡ് ഓണേഴ്സിനെയും പോലെ തന്നെ എൻ്റെയും ബ്രാൻഡ് ആളുകൾ അംഗീകരിക്കണം. ക്വാളിറ്റി, എല്ലാവരും പറയും ക്വാളിറ്റി എന്ന്, പക്ഷേ നമ്മളതൊരു ക്രാഫ്റ്റിംഗ് ആണ് നമ്മൾ ആക്ച്വലി ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. നമ്മളത് കൈകൊണ്ട് തയ്ച്ച്, അത് മെഷീൻ മെയ്ഡൊന്നും അല്ല, കൈകൊണ്ട് തയ്ക്കണം. ഒരു ബാഗ് ആണെങ്കിലും വാളറ്റ് ആണെങ്കിലും നമ്മളത് കൈകൊണ്ട് തയ്ച്ച്, അതൊരു ക്രാഫ്റ്റ്മാൻഷിപ്പാണ്. ആ സാധനമാണ് നമ്മളത് ഒരാളുടെ മുന്നിലേക്ക് കൊടുക്കുന്നത്. ഇത് ഭയങ്കര എനിക്കെന്തോന്നും ഇഷ്ടം. ഈ പ്രോഡക്റ്റ്സ് എല്ലാം ഇത് കുറേ നാൾ കഴിയുമ്പോൾ നമ്മളെവിടെയെങ്കിലും മീറ്റ് ചെയ്യുമ്പോൾ ഇവരിങ്ങനെ പൊക്കുന്നു, ഇതെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അതൊന്നും വേറെ. നമ്മുടെ സാധനമാണല്ലോ, ഇത്ര വർഷം കഴിഞ്ഞിട്ട് അത് ആദ്യം ചെയ്യുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ ചെയ്യുന്ന? എനിക്കൊന്ന് ഇൻഡിവിജ്വലി ആൾക്കാരുണ്ടാവാം, ചെറിയ കുടിൽ വ്യവസായം പോലെ അല്ല, സിംഗിൾ ആയിട്ട്. ഞാൻ അന്ന് സൂറത്തിൽ ചെയ്ത പോലെ സിംഗിൾ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഒരു യൂണിറ്റ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഇനി ചെയ്യുന്ന അറിയപ്പെടുന്ന ആളുകളുണ്ടാവാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ മുതലാണ് ആളുകൾ അറിഞ്ഞു തുടങ്ങി. അല്ലെ പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയ അതിനകത്ത് ഭയങ്കര ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ട്, എവിടെയെങ്കിലും ചെന്ന ആളുകൾ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പേര് അറിയപ്പെടാൻ തുടങ്ങി, കിങ്സ് റോയൽ ആർമി എന്ന് അറിയപ്പെടാൻ തുടങ്ങി. എവിടെ ചെന്നാലും ആളുകൾ അറിയുന്നു. ഭയങ്കര സന്തോഷമാണ്. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഇനി മുന്നോട്ടാണ് പോകാനുള്ളത്. തിരിഞ്ഞല്ല നോക്കണത്, മുന്നോട്ട് തന്നെയാണ് പോകാനുള്ളത്. ഇപ്പം 60 പേരെന്ന് പറയുമ്പം 60 പേര് ഫാമിലിയിലേക്ക് നമ്മുടെ കിങ്സ് റോയൽ ആർമി എന്ന ഒരു സ്ഥാപനത്തിന് കാരണം കുറേയധികം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇനിയും വളരണം. വരയ്ക്കലായിരുന്നു ദൈവം തന്ന കഴിവ്. പിന്നീട് പഠിച്ചത് ജെമോളജി ഡയമണ്ടാണ്. പക്ഷെ തലയ്ക്ക് പിടിച്ചത് ലെതറാണ്. ആ ലെതറിൻ്റെ ചിറകിലേറ്റി വലിയ സ്വപ്നങ്ങളുമായി ലോകോത്തര ബ്രാൻഡാകാൻ ഷാനു ഉയരങ്ങളിൽ പറക്കുകയാണ്. നല്ല കോൺഫിഡൻസ് ഉണ്ട്. ആർമി കൂടെ ഉണ്ട് സ്ഥാപനത്തിൽ. വിജയിക്കുമെന്ന് ഉറപ്പുമുണ്ട്. നിങ്ങൾ കേട്ടു ഷാനു എന്ന ഈ യുവ സംരംഭകൻ്റെ ത്രസിപ്പിക്കുന്ന സ്പാർക്കുള്ള കഥ. ഞാൻ ആദ്യം പറഞ്ഞിരുന്നു, നമ്മൾ സംരംഭത്തെ തേടി പോവുകയാണോ, സംരംഭം നമ്മളെ തേടി വരികയാണോ? ഫേസ്ബുക്കിൽ കണ്ട ഒരു വീഡിയോ സ്പാർക്ക് അടിച്ചു അദ്ദേഹത്തിന്. ഹാൻഡ് മെയ്ഡ് ലെതർ. അതിൽ നിന്ന് അത് പഠിച്ചെടുത്ത് അതിൻ്റെ പുറകെ പോയി. നിങ്ങൾ കേൾക്കുമ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് തോന്നാം. അത് തലയ്ക്ക് പിടിക്കണം. സംരംഭം ഒരു ഭ്രാന്താണ്. അത് തലയ്ക്ക് പിടിച്ചാൽ പിന്നെ ഉറക്കം വരരുത്. അത് എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേർക്കും. വിട്ടുകളയരുത്. ഷാനു അതിൻ്റെ പുറകെ പോയ ഒരാളാണ്. ഹാർഡ്ഷിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് ഒരു പ്രയാസമായി തോന്നിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ലഹരി എന്ന് പറയുന്നത് സംരംഭമാണ്. സംരംഭം ഒരു ലഹരിയായി തീർന്നവർ വിജയിച്ചിട്ടുണ്ട്. കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അദ്ദേഹം ഇന്ന് ഈ മേഖലയിൽ ആർക്കും ഇല്ലാത്തൊരു സ്ഥാനം നേടിക്കഴിഞ്ഞു. കേവലം 90 രൂപയ്ക്ക് വിറ്റൊരു സാധനം അതിന് 8000 രൂപ വില. ഒരു ബ്രാൻഡ് പോലും അല്ലാതെ തന്നെ ആൾക്കാർ വാങ്ങുന്നുണ്ട്. അത് പല രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുന്നുണ്ട്. ഇത്തരം സംരംഭങ്ങളും സംരംഭകരും നമുക്ക് അഭിമാനം നൽകുന്ന കാര്യമാണ്. ഷാനു, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. താങ്കൾ ചിലപ്പോൾ അന്ന് അത് വിട്ടുകളഞ്ഞിരുന്നെങ്കിൽ താങ്കൾ ഇന്ന് ഈ ഹോട്ട് സീറ്റിൽ ഇരിക്കില്ല. ഞാൻ ഈ ഒരുപാട് വീഡിയോസ് കാണും സ്പാർക്കിൻ്റെ. ഡെയിലി ഈ ലെതർ ക്രാഫ്റ്റിംഗ് കഴിഞ്ഞാൽ അന്ന് നമ്മളെ നമ്മളെ ഒന്ന് തള്ളിവിടാൻ ആരെങ്കിലും വേണം. അപ്പോൾ ഞാൻ ഈ വീഡിയോസ് ഇങ്ങനെ സ്ഥിരമായിട്ട് കാണുമ്പം എൻ്റെ കൂട്ടുകാരൊക്കെ അന്ന് തന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരാൾ, സ്പെഷ്യലി ഞാനൊരു പേരൊന്നും പറയുന്നില്ല, ആൾ ഇപ്പോഴും ഗുജറാത്തിലുണ്ട്, സെയിം ഡയമണ്ട് ഫീൽഡ് തന്നെയാണ്. ആളിനോട് ഒരിക്കൽ നീ സ്പാർക്കിൽ പോകുമായിരിക്കല്ലേ? അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു വർഷം ഞാൻ ഒരിക്കൽ സ്പാർക്കിൽ പോകും, അവിടെ പോയി എൻ്റെ സ്റ്റോറി പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ സത്യം പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ടാണ്. സത്യം, ഞാൻ അതിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന്. വളരെ അഭിമാനമുണ്ട്. താങ്കൾ സൂറത്തിൽ നിന്ന് ഒരു സ്പാർക്ക് അടിച്ച് ഒരു സാധനം കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ തന്നെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഇന്ന് താങ്കളൊരു സോഷ്യൽ മീഡിയയിൽ ഒരു തരംഗം തന്നെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഒരു പ്രോഡക്റ്റുമായി. അത് 250 പ്രോഡക്റ്റിൽ എത്തിച്ചു എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരി നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ഉൽപ്പന്നം. ചിലപ്പോൾ ആ ഒരു സാധനം 25 കൊല്ലമൊക്കെ നമ്മുടെ ഒരു ഉൽപ്പന്നം ഒരാൾ ഉപയോഗിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ റെയർ ആയിട്ടുള്ള ഉൽപ്പന്നങ്ങളെ നമ്മൾ അങ്ങനെ ഉപയോഗിക്കുകയുള്ളൂ. വളരെ അഭിമാനമുണ്ട്. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിളിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും സംരംഭക മോഹികളുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു.